وأصحاب الشمال فأصحاب الميمنة ما أصحاب الميمنة അവിടെ വലതുപക്ഷമുണ്ട്. وأصحاب المشأمة ما أصحاب المشأمة അവിടെ ഇടതുപക്ഷവുമുണ്ട്. പിന്നെയോ والسابقون السابقون അല്ലാഹുവിലേക്ക് മുൻകടന്ന ആളുകളുമുണ്ട്. അവിടെ മൂന്ന് വിഭാഗമാണ്. ഒന്ന് വലതുപക്ഷം, രണ്ട് ഇടതുപക്ഷം, പിന്നെ അല്ലാഹുവിലേക്ക് മുൻകടന്ന വിഭാഗം. ഇനി അള്ളാഹു വിശദീകരിക്കാൻ പോകുന്നത് അള്ളാഹുവിലേക്ക് മുൻകടന്ന വിഭാഗത്തെയാണ്. ആദ്യം പറഞ്ഞത് വലതുപക്ഷമാണ്, പിന്നെ പറഞ്ഞത് ഇടതുപക്ഷമാണ്, പിന്നെ അള്ളാഹു പറയാൻ പോകുന്നത് അള്ളാഹുവിലേക്ക് മുൻകടന്ന വിഭാഗം. അള്ളാഹുവിലേക്ക് മത്സരിച്ചുകൊണ്ട് മുൻകടന്ന വിഭാഗത്തെയാണ് അള്ളാഹു പിന്നെ പറയാൻ പോകുന്നത്. അവര് അമ്പിയാക്കൾ മാത്രമാണ് എന്ന അഭിപ്രായമുണ്ട്. അമ്പിയാക്കളാണ് ഈ സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളാണ് എന്ന അഭിപ്രായമുണ്ട്. പിന്നെയോ സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞാൽ യുസാരിഊന ഇലൽ ഖൈറാത്ത് നന്മ ചെയ്യാൻ മത്സരിക്കുന്നവരാണവർ. നന്മയുടെ വിഷയം വലിയ ആവേശമാണ്. ചെറുപ്പക്കാർക്കൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും. നന്മയിൽ വലിയ ആവേശം, വാലുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ആവേശം, മജ്ലിസുൻ നൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ആവേശം, ആരെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആവേശം. എന്നാൽ മറ്റു ചില ആളുകൾക്കോ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ആവേശം, കൈയൊക്കെ മടക്കി വണ്ടിക്ക് എടുത്തിട്ട് അവർ പോകും. പ്രശ്നം വേണം അവർക്ക്, അടിപിടി ഉണ്ടാവണം. അവര് പള്ളിക്ക് വരണമെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും അടിപിടി ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ പള്ളിക്ക് വരില്ല. നേരെ മറിച്ച് ഇവര് പള്ളിയിലേക്കൊക്കെ ജമാഅത്തിനൊക്കെ കൃത്യമായി കടന്നു വരുന്നവരാണ്. അല്ലാഹുവിലേക്ക് മുൻകടക്കുന്ന വിഭാഗം ആരൊക്കെയാണവർ? അവർക്കുള്ള മഹത്വം പിന്നെ പറയാം. ആദ്യം അവർ ആരൊക്കെയാണെന്ന് പറയാം. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നവരാണവർ. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നവരാണവർ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് വിളിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നറുക്കെടുപ്പ് നടത്തുമായിരുന്നു എന്ന്. ബാങ്കിന്റെ മഹത്വം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പഠിച്ചു എങ്കിൽ നാളത്തെ സുബഹി ബാങ്ക് കൊടുക്കാൻ പള്ളിയിൽ തിക്കും തിരക്കായിരുന്നു. രാവിലെ എണീറ്റ് പോകുമ്പോൾ നിറയെ ആളുകൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഇയാൾ കൊടുത്ത ഇയാളെ പ്രശ്നമാക്കും, ഇയാൾ കൊടുത്ത ഇയാളെ പ്രശ്നമാക്കും. അപ്പൊ കമ്മിറ്റിക്കാർ ലാസ്റ്റ് നറുക്കെടുപ്പ് നടത്തി ടോസ് ഇട്ടെടുക്കേണ്ടി വരും. ആരാ നറുക്കെടുപ്പിൽ കിട്ടിയ ആളുകൾ ബാങ്ക് കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ബാങ്കിന്റെ മഹത്വം ഇന്നുവരെ പഠിച്ചിട്ടില്ല. അതേപോലെ ജമാഅത്തിൽ ഒന്നാമത്തെ സഫിന്റെ മഹത്വം നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എല്ലാ നിസ്കാരങ്ങളിലും ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി നറുക്കെടുപ്പ് നടത്തേണ്ടി വരുമായിരുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുമെങ്കിൽ ബാങ്കിനെ കുറിച്ചും ഒന്നാം സഫിനെ കുറിച്ചും ഒരു പഠനം നടത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കും ഇമാമിന്റെ കൂടെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി. ഇമാം കൈകെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലല്ല. ഇമാം ഇവിടെ കൈകെട്ടുമ്പോ റുക്കൂലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച് ആളുകൾ. ഹൗലും കരയിൽ ഇങ്ങനെ പടായി വിടും, മൊബൈലിൽ ഇങ്ങനെ കളിക്കും. അത് സൈലന്റ് ആക്കാനൊക്കെ ഒരു സെക്കൻഡ് മതി. പക്ഷെ സൈലന്റ് ആക്കാൻ വേണ്ടിട്ട് കുറെ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. സൈലന്റ് ആക്കാനൊക്കെ ഒരു സെക്കൻഡ് മതി. ഇമാം ഇഖാമത്ത് കൊടുത്ത നേരെ ഒന്നാം സഫിലേക്ക് കയറി നിന്ന് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ മഅ്മൂം അല്ലാഹു ഒന്നിച്ചു വേണം. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമും മഅ്മൂമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമും. 40 വർഷക്കാലം ഇതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം ഒരു വക്ത് പോലും നഷ്ടപ്പെടാത്ത എത്രയോ മഹാന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു തക്ബീറത്തുൽ ഇഹ്റാമിലെങ്കിലും നമ്മുടെ ഉസ്താദിന്റെ കൂടെ ഇമാമിന്റെ കൂടെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു നിസ്കാരം പള്ളിയിൽ ഉണ്ടെങ്കിൽ വരെ നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വരെ, വീട്ടിലാണെങ്കിൽ വരെ, പള്ളിയിൽ ഉണ്ടെങ്കിൽ വരെ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാനിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, നമ്മൾക്ക് നന്മയിൽ ആവേശമുണ്ടാവണം. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നവരാവണം നമ്മൾ. ജമാഅത്തിന് ആദ്യത്തെ ജമാഅത്തിന് തന്നെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാവണം നമ്മൾ.
സുബഹി നിസ്കാരമായാലും ളുഹറായാലും അസ്റായാലും മഗ്രിബായാലും ഇശാ ആയാലും ഒരു വഖ്ത് പോലും സ്വന്തം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. ഫർള് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. അത് നിർബന്ധമായും സമയത്തുള്ള ജമാഅത്തിൽ തന്നെ പങ്കെടുത്ത് നിസ്കരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇത് നിരന്തരമായി ആവർത്തിക്കണം. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ മക്കളെയും ഉമ്മമാരെ നിങ്ങൾ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം, നിങ്ങളുടെ ഭർത്താവിനെ അടക്കം. പിന്നെ നടക്കാൻ കഴിയാത്ത വയസ്സന്മാരായ വൃദ്ധന്മാർക്ക് പോലും എക്സ്ക്യൂസ് ഇല്ല ഈ വിഷയത്തിൽ. വയസ്സന്മാരായ ആളുകൾക്ക് പോലും എക്സ്ക്യൂസ് ഇല്ല. ഈമാൻ സലാമത്തായി മരണപ്പെടണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വന്നിട്ട് ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വെച്ച് ഫർള് നിസ്കരിക്കുന്ന പുരുഷന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ആ ഹദീസിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവർക്ക് ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. സൗകര്യം ഉണ്ടായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അസുഖമൊക്കെ ഉണ്ട്, പോകാൻ കഴിയുന്നില്ല, അതൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് ഒരു വഖ്ത് പോലും പള്ളിയിൽ പോയി നിസ്കരിക്കുകയല്ലാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഖുർആനിന്റെ വിഷയത്തിൽ മത്സരിക്കണം. നമ്മുടെ ഉമ്മമാരൊക്കെ A+ വാങ്ങിക്കുന്ന തിരക്കിലാണ്, അല്ലെ? A+ വാങ്ങിക്കുന്ന തിരക്കിലാണ്. അതിലൊന്നുമില്ല. വെറുതെ SSLCയും +2 എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ കണ്ടിട്ട് ടെൻഷനാക്കി ഒരു വൈകുന്നേരം കളിക്കാൻ പോലും വിടൂല ഈ കുട്ടികളെ. SSLC +2 കളിക്കാൻ വിടൂല, രാവിലെ കളിക്കാൻ വിടൂല. 24 hours പുസ്തകം എടുത്തിട്ട് എന്ത് നേടി ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട്. നമ്മുടെ ചെറുക്കലത്ത് എത്ര ആളുകൾ വലിയ 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 നേതാക്കന്മാരായി, നിങ്ങൾ ആലോചിച്ച് നോക്കി. വളരെ പ്രധാന ഇതിലൊന്നൊന്നുമില്ല. ഞാൻ ആദ്യം പറയും, കുറേ പഠിക്കലല്ല, നിങ്ങളുടെ സ്ട്രെസ്സാണ് മക്കളുടെ പരീക്ഷയിലുള്ള പരാജയത്തിന്റെ കാരണം. അവർക്ക് ഇങ്ങനെ സ്ട്രെസ് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് അവരെ റിലാക്സ് ആയിട്ടൊന്ന് വിടും. അതൊന്നുമില്ല പരീക്ഷ, അതൊക്കെ ആ പഠിക്കുന്ന ഡെയിലി ശ്രദ്ധിച്ചാൽ തന്നെ മക്കളൊക്കെ പുഷ്പം പോലെ SSLC. ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ ഓരോ ദിവസം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ തന്നെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രെസ് എടുത്തിട്ട് മക്കളെ കൺജസ്റ്റഡ് ആക്കരുത്, മക്കളെ പ്രയാസപ്പെടുത്തരുത്. എനിക്കത് വല്ലാതെ വിഷമം തോന്നാറുണ്ട് ചില ആളുകളൊക്കെ കാണുമ്പോൾ. കുട്ടികൾക്ക് വൈകുന്നേരം ആയാലും കളിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവും. ആ കുട്ടികളെ പിടിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൂട്ടും, പുസ്തകം തുറന്നു വെക്കൂന്നല്ലാതെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അക്ഷരം തിരിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കുട്ടിയെ മാത്രം കൊണ്ടുപോകില്ല. TV-യിൽ കളി ഉണ്ടെങ്കിൽ ഉപ്പയും ഉമ്മയും മക്കളൊക്കെ എന്നിട്ട് നോക്കും, ഈ കുട്ടിയെ മാത്രം റൂമിലിട്ട് അടിച്ചിട്ട് പോകും. ആ കുട്ടിക്ക് എന്തെങ്കിലും തിരിയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, വെറുതെ അവരുടെ തലയിൽ ഭാരം വെക്കരുത്. അവര് പാസ്സാവും, നിങ്ങൾ റിലാക്സ് ആയിട്ട് വിടും. പിന്നെ കഴിവുള്ള ആളുകൾ, ബുദ്ധിശക്തിയും തന്റെ ഇടവും ഓർമ്മശക്തിയുള്ള മക്കളൊക്കെ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരങ്ങോട്ട് A+ എല്ലാ ആവശ്യത്തിനും വാങ്ങിക്കും. നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ടൊന്നും. പിന്നെ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന വിഷയം മോട്ടിവേഷനാണ്. കുറെ പഠിക്കുന്നു പറയുന്നല്ലേ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരാനുള്ള മേഖലകൾ നിങ്ങൾ തുറന്നു കൊടുക്കുക. അവിടെ ആയാൽ ഇങ്ങനെയുണ്ട്, ഇവിടെ ആയാൽ ഇങ്ങനെയുണ്ട്, അവിടെ ഇത്രയൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നൊക്കെയുള്ള വിഷയങ്ങൾ. വ്യത്യസ്തരായ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന ആളുകളുണ്ട്. അത്തരം ക്ലാസ്സുകൾ കൊണ്ടുപോയി അവർ സ്വയം മനസ്സിലാക്കി പഠിച്ചാലേ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ നിർബന്ധിതമായ പഠനം ഒരുപക്ഷെ വാശിയിൽ അവർ തോൽക്കാൻ വരെ സാധ്യതയുണ്ട്. അനാവശ്യമായ സ്ട്രെസ് മക്കൾക്ക് കൊടുക്കരുത് ഇൻഷാ അല്ലാഹ്. നന്മയുടെ വിഷയങ്ങളിൽ മത്സരിക്കണമെന്നാണ് പറയുന്നത്. അഥവാ നിങ്ങളുടെ ഒരു സുഹൃത്ത് എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് മത്സരിക്കേണ്ടത് 2 ജുസ് ഓതിയിട്ടാണ്. ഇതാണ് സാബിഖൂൻ എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ 10,000 രൂപ കൊടുക്കാം നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിന്, ഞാൻ 1,00,000 കൊടുക്കാം, പേരിനല്ല, പ്രശസ്തിക്കല്ല, അയാളെക്കാളും കൂടുതൽ കൂലി എനിക്ക് കിട്ടണമെന്നുള്ള താല്പര്യത്തോടെ. നിന്റെ സുഹൃത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്നറിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവൻ എണീക്കുന്നതിനു മുമ്പേ നീ എണീക്കണം. ഇതാണ് നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല മത്സരിക്കാനും നന്മ ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മയിലേക്ക് മത്സരിക്കുന്ന ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്.
ഒരു ക്യാഷ് അവാർഡ് കൊടുത്താൽ അതെന്ത് ചെയ്യും? പൈസ തീർന്നാ മറന്നു പോകും. ഒരു ട്രോഫി കൊടുത്താൽ പൈസ തീരുമ്പോൾ മറന്നു പോകും. പക്ഷെ ട്രോഫിയും ക്യാഷ് അവാർഡൊന്നും അല്ല പഠിച്ചോൻ കൊടുത്തത്. പഠിച്ചോൻ എന്താ പറഞ്ഞത്? മുഖറബൂൻ, എന്റെ സ്വന്തം ആളാണ്. വലിയ സന്തോഷം ഉണ്ടാവില്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളെന്ന് നമ്മൾ പറയാം. അയാൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാ, അയാൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം ആളാ, അയാൾ MLA സ്വന്തം ആളാ. അത് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ. അയാൾ ഉപ്പാന്റെ പേരൊന്നല്ല പറയാ. ആരെങ്കിലും പരിചയപ്പെട്ടാല് ഞാൻ നമ്മുടെ MLA സ്വന്തം ആളാന്നാ പറയാ. ഈ സ്വന്തം ആള് എന്നുള്ള പദപ്രയോഗമാണ് അള്ളാഹു ഉപയോഗിച്ചത്. അവരെന്റെ സ്വന്തക്കാരാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മൂസാ നബി അലൈഹിസ്സലാമിനോട് നിങ്ങൾ ആദ്യം വടിയിടുന്നോ അല്ല ഞങ്ങൾ ഇടണോ എന്ന് ചോദിച്ച മജീഷ്യന്മാരെ കുറിച്ച് മജീഷ്യന്മാര് ഫിറഔനിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് ജയിച്ചാൽ ഞങ്ങൾക്ക് എന്താ തരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫിറഔന് ട്രോഫി തരാന്നല്ല പറഞ്ഞു. ഫിറഔൻ പറഞ്ഞു, നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്, ഇന്നു മുതൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്, നിങ്ങൾക്ക് പ്രത്യേകമായ കാവൽക്കാരുടെ തടസ്സമില്ല. കാറ്റഗറി ഉണ്ടല്ലോ, അങ്ങനെ ഒരു പരിഗണനയാണ് നിങ്ങൾക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വസ്സാബിഖൂന ആളുകൾക്ക് പ്രത്യേകമായ പരിഗണന, സ്വന്തക്കാരെന്നുള്ള പരിഗണനയാണ് അല്ലാഹു നൽകുന്നത്. അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫിർഔനിന്റെ ഭാര്യയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ, ആസിയ ബീവി അല്ലാഹുവിനോട് പറയുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഫിർഔനിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആസിയ ബീവി പറഞ്ഞത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് വേണമെന്നല്ല പറഞ്ഞത്. സ്വർഗ്ഗത്തിലൊരു വീട് വേണമെന്നല്ല പറഞ്ഞത്. അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നിന്റെ തൊട്ടടുത്തൊരു വീട് വേണമെന്നാണ് പറഞ്ഞത്. നിന്റെ തൊട്ടടുത്തൊരു വീട്, നിന്റെ തൊട്ടടുത്തൊരു വീട് വേണം. അതാണ് മുഖറബ് എന്ന് പറഞ്ഞാൽ. സ്വർഗ്ഗം വിശാലമാണല്ലോ. 7 ആകാശങ്ങളുടെ 7 ഭൂമിയെക്കാളും വീതിയാണ് സ്വർഗ്ഗത്തിനെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ സ്വന്തക്കാരാവാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഈ മുഖറബീങ്ങളായ ആളുകൾക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ എന്തെന്നില്ലാത്ത മഹത്വം നൽകുന്നത്. അവരുടെ തൊട്ടുമുകളിലാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. എപ്പോഴും നിങ്ങൾ സ്വർഗം ചോദിക്കുന്ന സമയങ്ങളിൽ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഫിർദൗസ് എന്ന സ്വർഗത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ പ്രവാചകന്മാരും സാലിഹീങ്ങളും ഉള്ളത്. ഒന്ന് കയറിക്കൂടിയാൽ മതി എന്ന് ദുആ ചെയ്യണ്ട. മനസ്സിലായോ? നമ്മളൊക്കെ എങ്ങനെയാ സ്വർഗത്തിന് ദുആ ചെയ്യുക? പഠിച്ചോണ്ട് സ്വർഗത്ത് കയറി കിട്ടിയാൽ മതി, അങ്ങനെ ദുആ ചെയ്യണ്ടെന്നാണ്. കയറി കിട്ടിയാൽ മതി എന്തിനാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ ഫിർദൗസ് എന്ന സ്വർഗം തരണം. ഫിർദൗസ് എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനമാണ്. അവിടെ തന്നെ എനിക്ക് വേണം. അത് തന്നെ ചോദിക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത്, കയറി കൂടാനല്ല. മക്കളില്ലാത്തവര് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ ഒരു കുഞ്ഞിക്കാല് കാണാൻ അങ്ങനെ ദുആ ചെയ്യണ്ട. അല്ലാഹുവേ ഒരുപാട് മക്കളെ നീ എനിക്ക് തരണമെന്ന് ദുആ ചെയ്തുകൂടെ? എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? ഒരു കുഞ്ഞിക്കാലെങ്കിലും പടച്ചോൻ എനിക്ക് കാണിച്ചു തരണം. എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ ഒരുപാട് മക്കളെ നീ എനിക്ക് തരണമെന്ന് ദുആ ചെയ്തുകൂടെ? ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ ദുആ ചെയ്യും, ഒരു തവണയെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ, ഒരു തവണയെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ. എന്തിനങ്ങനെ ദുആ ചെയ്യണം? അല്ലാഹുവേ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് തരണമെന്ന് ദുആ ചെയ്തുകൂടെ? അങ്ങനല്ല ദുആ ചെയ്യേണ്ടത്. വീടില്ലാത്തവർ ദുആ ചെയ്യും, പടച്ചോനെ ചെറിയ ഒരു കൂരയെങ്കിലും ഒന്ന് കയറിക്കൂടാൻ തൗഫീഖ് നൽകണം. എന്തിന്? അല്ലാഹുവേ ഒരു 10 ഏക്കർ സ്ഥലം, വിശാലമായൊരു വീട്, വലിയൊരു വാഹനം, അങ്ങനെ അല്ലാഹുവിനോട് ചോദിച്ചുകൂടെ? ചെറിയൊരു വണ്ടി എന്തിനങ്ങനെ ചോദിക്കുന്നത്? എന്തിന്? ഞാൻ എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാണ്. എന്തിന് ചെറുത് ചോദിക്കുന്നത്? അല്ലാഹു ഒരു ഫെറാരി തരണം ചോദിച്ചൂടെ? പഠിച്ചോനല്ലേ തരുന്നത്. ചോദിച്ചാൽ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടാ? ചോദിച്ചാൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ചോദിക്കാൻ കേട്ടില്ല. ലംബോർഗിനിയും ഫെറാരിയൊക്കെ ചോദിക്കും, അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. അതുപോലെ ചെറിയ കൂരൊന്നും ചോദിക്കണ്ട, വലിയ വീട് തന്നെ ചോദിച്ചു. വീട് മസ്കനുൻ വാസിഅ, വിശാലമായ വീട് എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ സൗഭാഗ്യമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അവനവന് കംഫർട്ടുള്ള വാഹനം, മർക്കബുൻ ഹനീ. ഓരോ ആളുകൾക്ക് സൗകര്യമുള്ള വാഹനം അവന്റെ സമ്പത്തിനനുസരിച്ചായിരിക്കും. എല്ലാവർക്കും സ്വിഫ്റ്റ് കംഫർട്ട് ആവില്ല.
ചില ആളുകൾ കംഫർട്ട് റേഞ്ച് റോവർ ആയിരിക്കും, അപ്പൊ അയാൾക്ക് അത് തന്നെ വേണം. അപ്പൊ ഓരോ ആളുകളുടെ സാമ്പത്തിക പെട്ടെന്ന് പോകണം, സ്പീഡ് പോകണം, മുട്ടിയ എന്താവാൻ പാടില്ല, ഒടിയാവാൻ പാടില്ല. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടു, ഒരു ബലേനോ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഇടിച്ച്, ബലേനോന്റെ മറ്റേ എന്താണ് ഇന്നെന്താ ബോണറ്റ് ഫുള്ള് പൊടി തമരപ്പൊടി, ഓട്ടോറിക്ഷയ്ക്ക് ഒരു പരിക്ക് പോലും ആയിട്ടില്ല. എന്റെ ടയർ കമന്റ് ഇന്ന് പപ്പടാണോ ബലാനോ. അപ്പൊ അതുപോലെ ചില ആളുകൾക്ക് കംഫർട്ടുള്ള വണ്ടി ഇടിച്ച പരിക്കുണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് നല്ല വണ്ടി വേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യ്, അള്ളാഹുവേ നല്ല വാഹനം, നല്ല വീട്, നല്ല സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ചോദിക്കും. മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവേ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നൽകണമെന്നല്ല ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവേ സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീക്ക് താ അല്ലാഹ്. സ്വർഗം കണ്ടിട്ട് മരിച്ചൂടെ, സ്വർഗം കണ്ട് മരിച്ചൂടെ, അങ്ങനെ മരിക്കാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ശേഷം അല്ലാഹു തആല അങ്ങനെ സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് والسابقون السابقون أولئك المقربون في جنات النعيم. അല്ലാഹുവിലേക്ക് മത്സരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒന്നാമത്തെ വിഭാഗം അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്, അല്ലാഹുവിന്റെ സ്വന്തക്കാരാണവർ. ആരൊക്കെയാണവർ? സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. രണ്ടർത്ഥമാണ് ഇവിടെ മുഫസ്സിരീങ്ങൾ നൽകിയത്. ഒന്ന് സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ, മുൻകഴിഞ്ഞു പോയ 100,000 ചില്ലാനം പ്രവാചകന്മാരിൽ നിന്ന്, അവരുടെ സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം. ഖലീലും മിനൽ ആഖിരീൻ, നബി തങ്ങളുടെ സമുദായത്തിൽ നിന്ന് വളരെ കുറച്ചു പേർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നിയോ? ആർക്കെങ്കിലും വിഷമം തോന്നിയോ? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ, ഈ ഉമ്മത്തിൽ നിന്ന് വളരെ തുച്ഛം പേർ. സ്വാഭാവികമായി ഒരു സത്യവിശ്വാസിക്ക് വിഷമം തോന്നുന്ന ആയത്താണ്. മഹാന്മാരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗൽഭരായ സ്വഹാബാക്കൾ വളരെ വിഷമത്തോടെ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മുൻകഴിഞ്ഞു പോയവരിൽ നിന്ന് വലിയ ഒരു വിഭാഗം ഞങ്ങളിൽ നിന്ന് വളരെ കുറച്ചു പേരേ ഉള്ളൂ നബിയേ. എന്നാൽ പ്രബലമായ അർത്ഥം അങ്ങനെയല്ല. നമ്മുടെ സമുദായത്തിലെ ആദ്യ കാലങ്ങളിലുള്ള 1-ാം നൂറ്റാണ്ടിലുള്ളവരിൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, 1-ാം നൂറ്റാണ്ടിലെ, 2-ാം നൂറ്റാണ്ടിലെ, 3-ാം നൂറ്റാണ്ടിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും അല്ലാഹു തആല സ്വന്തക്കാരെന്ന പ്രത്യേകമായ പരിഗണന നൽകും. ഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലഘട്ടത്തിൽ നിന്ന് വളരെ കുറച്ചു പേര്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കരയേണ്ടതാണ്. ഇനി പഴയകാല പ്രവാചകന്മാരെന്നർത്ഥം വെച്ചാലും ഈ ഉമ്മത്തിലെ ആദ്യ വിഭാഗം എന്നർത്ഥം വെച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം കരയേണ്ട, പേടിക്കേണ്ട ഒരു ആയത്ത് തന്നെയാണ്. നമ്മൾക്ക് കിട്ടോ? അല്ലാഹു നമ്മൾക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് ഓതുമ്പോൾ അവസാന കാലഘട്ടങ്ങളിലുള്ള നമ്മെ പോലെയുള്ള ആളുകൾ അർത്ഥമാലോചിച്ചാൽ അറിയാതെ കണ്ണുനീർ വരും, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരും. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വളരെ കുറച്ചു പേരെയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇതിൽ പെടുമോ എന്നൊരു പേടിയുണ്ടാകും. അല്ലാഹു എല്ലാ ആളുകൾക്കും ഇതുപോലെ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വഖലീലും മിനൽ ആഖിരീൻ. പിന്നെ ഇതിനങ്ങനെ അർത്ഥം വെക്കാൻ കാരണം, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അർത്ഥം വെക്കാൻ കാരണം, ഇന്നി അർജു അൻ തകൂനു ശത്ര അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നേരെ പകുതി നിങ്ങളായിരിക്കുമെന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. സ്വർഗ്ഗത്തിന്റെ നേരെ പകുതി നിങ്ങളായിരിക്കുമെന്ന്. മറ്റൊരു ഹദീസ് ഉണ്ട്, ഇന്ന അഹ്ലൽ ജന്നതി 120 സഫൻ, സ്വർഗ്ഗത്തിൽ 120 സഫ് ഉണ്ടെന്നാണ്. സ്വർഗ്ഗത്തിൽ 120 സഫുണ്ട്. മിൻഹും 80 മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്നാണ്. അതിലെ 80 സഫും ഈ സമുദായത്തിൽ നിന്നാണ്. അപ്പൊ 75% ഈ സമുദായക്കാരാണ് സ്വർഗ്ഗത്തിൽ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉന്നതമായ ആ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി ഇവർക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതകളും മഹത്വങ്ങളും എന്തൊക്കെയാണ്? അലാ സുറുറിൻ മൗളൂന, സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ കട്ടിലുകളിലാണവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ,
അവർ ആ സ്വർണ്ണ നൂൽ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ കട്ടിലുകളിൽ പരസ്പരം ചാരിയിരുന്നു കൊണ്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. സ്വർഗത്തിലെ വലിയൊരു എന്റർടൈൻമെന്റ് എന്തെന്നറിയോ? വലിയൊരു സുഖം, ആസ്വാദനം, കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. ചങ്ങാതിമാരൊക്കെ 4-5 ആളുകൾ കൂടി ഇരുന്നിട്ട് ബടായി ഇവിടെ നല്ല സുഖമല്ലേ, നല്ല രസമല്ലേ? പിരിയാൻ മനസ്സുവരില്ല. കുറെ സമയം രാത്രി 3 മണിയായാലും ഉറങ്ങാൻ മനസ്സുവരില്ല. ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഇത് നല്ലൊരു രസമാണ്. പഴയ കാലം നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ വീട്ടിലേക്ക് നിങ്ങളുടെ പെങ്ങന്മാർ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഒരു ഗ്യാതറിംഗ് ഉണ്ടാവും, ഒരു പെരുന്നാളോ അങ്ങനെയൊക്കെ ആയാലും ആ സമയത്ത് കുറെ കാലത്തിന് ശേഷം പെങ്ങളും ആങ്ങളും, ഇന്നൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് പഠിച്ചാൽ എന്ത് പെങ്ങള് അല്ലെ, പെങ്ങൾക്കൊക്കെ എവിടെ സ്ഥാനം, പെങ്ങൾ ആങ്ങൾക്കൊക്കെ ആർക്കാ വേണ്ടത്? എല്ലാം സ്വന്തം വീടെടുത്തിട്ട് മാറി നിന്നിട്ട് കാണാൻ പോലും അവസരമില്ല, കാണാൻ പോലും ആഗ്രഹം ഉണ്ടാവാറില്ല. എന്നാ പഴയ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. പെങ്ങളൊക്കെ വന്നാല് വീട്ടില് രാത്രി 3 മണി വരെയൊക്കെ സംസാരിച്ചിരുന്ന കാലൊക്കെ ഞാൻ ഓർക്കാണ്. എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ഓർത്തു പോവാണ്. 3 മണി വരെയൊക്കെ 4 മണി വരെയൊക്കെ എന്റെ ഉപ്പൊക്കെ സംസാരിച്ചിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയാണ്, സ്വർഗത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുക. അത് നല്ല രസമാണെന്ന്, ഒരു ആസ്വാദനാണെന്ന്. വൈകുന്നേരമായാൽ ഒരു ചന്തയുണ്ട് എന്നാണ് ബദിയടുക്കയിൽ ഒരു ശനിയാഴ്ച ചന്തയുണ്ട്. ചെറുക്കളത്തുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ശനിച്ചന്ത, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ചന്തകളാണ്. അതേപോലെ വെള്ളിച്ചന്തയുണ്ട് സ്വർഗത്തിൽ. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ചന്തയുണ്ട്. ആ ചന്തയിലേക്ക് പുരുഷന്മാര് കടന്നു പോകുമെന്നാണ്. തിരിച്ചു വരുമ്പോൾ ഒരു മനോഹരമായ കാറ്റവരെ തലോടി പോകും. ആ കാറ്റ് തലോടലോടുകൂടി അവരുടെ മുഖത്തിന്റെ ഭംഗി തന്നെ മാറി പുതിയ ഒരു ഭംഗി, പുതിയ ഒരു സ്റ്റൈലായവർ മാറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യ പറയും, സിദ്ദ അല്ല നിങ്ങൾ സൗന്ദര്യം കുറച്ച് ഗ്ലാമർ കുറച്ച് കൂടിയല്ലോ എന്ന് പെണ്ണുങ്ങൾ പറയും. പെണ്ണുങ്ങൾ സ്വർഗത്തിലും വീടിന്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ് എന്നാ ഖുർആൻ പറയുന്നത്. അവർക്കതാ ഇഷ്ടം. അപ്പൊ ഭർത്താവ് പെണ്ണിനോട് പറയും, നീയും സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ. അഥവാ ഒരാഴ്ചയിൽ ഒരിക്കൽ 2 പേരുടെയും രൂപവും കോലവും തന്നെ മാറുന്നതാണ്. മുഖത്തിന്റെ ഷൈപ്പും ഒരു പ്രത്യേകമായ സൗന്ദര്യം വർദ്ധിക്കുമെന്നാണ്. അതെന്താ? കണ്ടിട്ട് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്വർഗം മടുപ്പില്ലാത്ത ലോകല്ലേ? കല്യാണം കഴിക്കുമ്പോഴേക്ക് എന്തൊരു ആവശ്യമായിരുന്നു നിങ്ങൾക്കൊക്കെ അല്ലെ? കല്യാണം കഴിക്കുന്ന സമയത്ത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് പഠിച്ചോനെ ടൂർ പോലും ഹണിമൂൺ പോലും ഒന്നും പറയണ്ട. ചൂരിദാറും പൊന്നും വേണ്ടത്ര വാങ്ങിച്ചു കൊടുത്തു. 6 മാസം കഴിയുമ്പോൾ ഒക്കെ കഴിഞ്ഞില്ലേ അബൂദിയൊക്കെ? പിന്നെ 4-5 കൊല്ലം കൂടി കഴിഞ്ഞ പിന്നെ പറയാ വേണ്ട. പിന്നെ ആരാന്റെ പെണ്ണിനൊക്കെ എടുക്കലാണ്. എന്തുകൊണ്ട്? കണ്ടിട്ട് മടുത്തു പോയതാണ് അല്ലെ? അപ്പൊ സ്വർഗത്തിൽ അങ്ങനെ മടുപ്പില്ല. ഒരാഴ്ച കഴിയുമ്പോൾ പെണ്ണിനൊരു മാറ്റം, ആണിനൊരു മാറ്റം, ഒരു ചേഞ്ച്. ഇതൊക്കെ അള്ളാഹു നൽകുമെന്നാണ്. ഈ സ്വർഗീയ സുഖങ്ങളെല്ലാം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗക്കാരെല്ലാം അങ്ങനെ കൂട്ടമായി ഇരുന്നിട്ട് സംസാരിക്കും, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കുന്ന സമയത്തൊക്കെ മുഖം നോക്കി സംസാരിക്കണം. സ്വർഗക്കാരായ ഒരാൾക്ക് പോലും പരസ്പരം വൈരാഗ്യമോ വിദ്വേഷമോ ചൊടിയോ ഉണ്ടാവൂല. ചൊടി ഉണ്ടാവൂല എന്നാണ്. ആർക്കും അയാളെ തകർക്കണം, ഇയാള് വളരാൻ പാടില്ല, ഇയാൾ ഉയരാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഒരാൾക്ക് ഉണ്ടാവൂല. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഒരാൾ വളരുന്നു എന്ന് കണ്ട അപ്പ തുടങ്ങും പാര, അപ്പ തുടങ്ങും ഇല്ലാത്ത ആരോപണങ്ങളും ഇല്ലാത്ത കെട്ടുകഥകളും പച്ച നുണകളൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ അയാൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. അതൊക്കെ നാടിന്റെ പ്രത്യേകതയാണ്. സ്വർഗത്തിൽ അങ്ങനെയല്ല. അവിടെ ആർക്കും ما في صدورهم من غل إخوانا على سرر متقابلين. ആർക്കും ആരോടും പകയില്ലാത്ത ലോകമാണത്. ആർക്കും ഒരാളോടും അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, ചൊടിയില്ലാത്തൊരു ലോകമാണത്. എല്ലാവർക്കും പരസ്പരം സ്നേഹമാണ്. ആ ഒരു രീതിയിലേക്ക് മാറാൻ കഴിയുമോ? നമ്മൾക്കൊക്കെ സ്വർഗം കിട്ടും. നിങ്ങൾ കുറെ അമലൊന്നും ചെയ്യണ്ട, കുറെ റിസ്ക് എടുത്തിട്ട് നിസ്കാരം തഹജ്ജുദ് ഒന്നും വേണ്ട. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാക്കി നിസ്കാരമൊക്കെ ഖളാ ആവാതെ തട്ടിമുട്ടി പോയാൽ തന്നെ സ്വർഗം കിട്ടും. പെരുമാറ്റവും സ്വഭാവവും നന്നാക്കിയാൽ മതി. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹു നൽകുന്നത് വിശാലമായ മനസ്സുള്ള ആളുകൾക്കാണ്, ചൊടിയില്ലാത്തവർക്കാണ്, വെറുപ്പില്ലാത്തവർക്കാണ്, അസൂയയില്ലാത്തവർക്കാണ്, അഹങ്കാരമില്ലാത്തവർക്കാണ്.
ഈ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും മറ്റൊരാളോട് പിണക്കമുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടൂല, അസൂയയുണ്ടെങ്കിൽ സ്വർഗം കിട്ടൂല. എല്ലാവരോടും സ്നേഹം മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുന്ന നല്ല മനസ്സ് വേണം. അല്ലാഹു തആല നമ്മൾക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരസ്പരം പോരും പാരയുമില്ലാത്ത വിശാലമായ മനസ്സായിരിക്കും. അത്തരം ആളുകൾക്ക് മാത്രമേ അല്ലാഹു സ്വർഗം നൽകുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ആളുകൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുമെന്നാണ്. സൊഫ് നിൽക്കുന്ന സമയത്ത് പോലും നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ സൊഫുകളിൽ വളവുകൾ ഉണ്ടാവരുത്. നിസ്കരിക്കാൻ വേണ്ടി സൊഫ് നിൽക്കുമ്പോൾ സൊഫിൽ വളവുണ്ടാവരുത്. അങ്ങനെ വളവുണ്ടായാൽ നിങ്ങളുടെ ഹൃദയത്തിലും വളവുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇരിക്കരുത്. ഇതിപ്പോ വാദിന് ഇങ്ങനെ പറ്റുള്ളൂ. 4-5 ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് പെരടി കണ്ട് ബാക്ക് ഇരിക്കരുത്. റൗണ്ട് ആയിട്ട് ഹൽക്കയായിരിക്കണം എന്നാണ്. ഹൽക്കയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. മജ്ലിസുകൾ ഹദ്ദാദൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചുറ്റും ഇങ്ങനെ ഇരിക്കും, റൗണ്ട് ആയിട്ടിരിക്കും. അതെന്തിനറിയാം? മുഖത്തോട് മുഖം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പിൻഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഒരു കുറുമ്പും അതുപോലെ തന്നെ വെറുപ്പും എന്തെങ്കിലും ആളുകളോട് പകയൊക്കെ ഉണ്ടാവുക. പക്ഷെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ അത് ഉണ്ടാവൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയുള്ള ഇരുത്തങ്ങളെ നിരോധിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ഒഴികെ. ഇത്തരം ആളുകൾ പരസ്പരം ഇങ്ങനെ കൂടിയിരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ, നല്ല മനോഹരമായ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളായ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ഓമനത്വം തോന്നുന്ന ചെറിയ മക്കൾ അവരുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നാണ്. മക്കള് ഓരോ ആളുകളുടെയും ജീവിതത്തിലെ സുഖമാണ്. മക്കളില്ലെങ്കിലും എന്റെ ജീവിതത്തിന് അർത്ഥമില്ല. എനിക്ക് എത്രയോ ആളുകൾ അറിയാം, വളരെ വിഷമത്തോടെ മക്കളില്ല എന്ന് പറഞ്ഞ് ടെൻഷനായി ജീവിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. ദുആ ചെയ്യാൻ നിരന്തരമായി പറയുന്നവരുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ഒക്കെ വീക്ഷിക്കുന്നുണ്ട്, അവരോടൊക്കെ പറയാനുള്ളത്, സമ്പത്തുണ്ടെങ്കിൽ നന്നായി ദാനധർമ്മം ചെയ്യും. മക്കളില്ലെങ്കിൽ പിന്നെ എന്തിനാ പൈസ? മക്കളില്ലെങ്കിൽ പിന്നെ എന്തിനാ കാശ്? മക്കളില്ല എന്നിട്ട് പോലും ഒന്ന് പടച്ചോന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ കഞ്ചൂസ് കാണിക്കുന്ന, പിശുക്ക് കാണിക്കുന്ന എത്ര ആളുണ്ടെന്ന് അറിയാം. എന്തിനാ ആൾക്ക് പൈസ? എന്തിനാ പൈസ? ഞാൻ ഒരു വ്യക്തിയോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തിനാ പൈസ? മക്കളില്ല, നല്ല പൈസ ഉള്ള ആളാണ്, ഒന്ന് പള്ളിക്കെല്ലാം കൊടുക്കുക മനുഷ്യ, മദ്രസ പള്ളി പാവങ്ങളൊക്കെ സഹായിക്കും. പഠിച്ച മക്കള് തരൂലേ? എന്നാലും കൊടുക്കൂല. പിന്നെ എങ്ങനെ അയാൾക്ക് മക്കൾ കൊടുക്കുമല്ലോ? ആർക്കാ ഈ പൈസ ഒക്കെ കെട്ടിവെക്കുന്നത്? ആർക്കാ? മക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മക്കളെ സ്കൂൾ വേണം, മക്കൾക്ക് ചെലവ് വേണം, കെട്ടിച്ചേക്കണം എന്നൊക്കെ പറയും. ഒരു മക്കളുമില്ല എന്ന വരുമാനം, നല്ല വരുമാനമുണ്ട്, 5 പൈസ ചെലവഴിക്കൂല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അല്ലാഹു തടഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് മക്കളില്ലാത്ത ആളുകൾക്ക് ഈ വാദകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് നന്നായി ദാനധർമ്മം ചെയ്യാം, സ്വതക്ക നന്നായി ചെയ്യുക, സ്വതക്ക ചെയ്യുക. അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ തരും. രോഗങ്ങളുണ്ടോ? ഇത്തരം വീഡിയോകളൊക്കെ കണ്ട അക്കൗണ്ട് നമ്പർ തേടി പിടിച്ച് നിങ്ങളുടെ കൈകളിൽ നിന്ന് നല്ല സംഖ്യ കഴിയുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു 100 ഇട്ട് കൊടുക്കുക. അത് കാരണത്താൽ അല്ലാഹു ശിഫ തരും. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ മക്കൾ നല്ല സുന്ദരന്മാരായ, കാണുമ്പോൾ തന്നെ ഓമനത്വം തോന്നുന്ന പിഞ്ചു പൈതങ്ങൾ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വരുമെന്നാണ്. വളരെ മനോഹരമായ പാത്രങ്ങളും കൂജകളുമായി അതിൽ നിറയെ പാനീയങ്ങളാണ്, കള്ളുകളാണ്. എന്നാൽ ആ കള്ളുകളുടെ പ്രത്യേകത ദുനിയാവിന്റെ കള്ള് പോലെ കുടിച്ചാൽ തീരുന്ന കള്ളല്ല, കുടിച്ചാൽ ലഹരി ഉണ്ടാകുന്ന കള്ളല്ല. കുടിച്ചാൽ മത്ത് പിടിക്കൂല, തലവേദന ഉണ്ടാവൂല, ലഹരി ഉണ്ടാവൂല. വളരെ മനോഹരമായ പാനീയങ്ങൾ അല്ലാഹു തആല നാളെ സ്വർഗീയ ലോകത്ത് നൽകുമെന്നാണ്. അത് നൽകുന്നത് കൂട്ടം കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സർവ് ചെയ്യാൻ വേണ്ടി ചെറിയ പിഞ്ചോമന ഓമനത്വം തോന്നുന്ന മക്കൾ മനോഹരമായ പാത്രങ്ങളുമായി കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു വാങ്ങുവാനും കുടിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയുന്നുണ്ട്, ഇഷ്ടമുള്ള പഴങ്ങൾ അവർക്ക് അവിടെ കഴിക്കാം, ഇഷ്ടമുള്ള പഴങ്ങൾ അവർക്ക് അവിടെ കഴിക്കാം. അവരാഗ്രഹിക്കുന്ന പക്ഷികളുടെ ഭക്ഷണവും അവർക്ക് കഴിക്കാമെന്നാണ്. ഇഷ്ടമുള്ള പഴങ്ങൾ. ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള പഴം കിട്ടുമോ? നമ്മൾ ആഗ്രഹിക്കുന്ന പഴങ്ങളൊന്നും ഇപ്പൊ അങ്ങാടിയിൽ പോയാൽ കിട്ടൂല, മംഗലാപുരം പോയാലും കിട്ടൂല. ഓരോന്നിനും ഓരോ സീസണാണ്. ചില സമയത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവും,
ചില സമയത്ത് റംബൂട്ടാൻ ഉണ്ടാകും, ലിച്ചി ഉണ്ടാകും. വില എന്ന് പറഞ്ഞാൽ പുടുത്തമുട്ട വിലയാണ്. പോക്കറ്റിൽ 200 രൂപക്ക് കൊല്ലത്തിന് കൊടുക്കാന്ന് വിചാരിക്കും. പഠിച്ചോ ഇത് വേണോ, അതിങ്ങനെ വാങ്ങാൻ നല്ല പൂതി ഉണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കാണുമ്പോ, അതുപോലെ റംബൂട്ടാനൊക്കെ കാണുമ്പോൾ വാങ്ങണമെന്ന് പൂതി ഉണ്ടാവും. എന്നാ പിന്നെ ഏതായാലും ഒരു പ്രാവശ്യം വാങ്ങാന്ന് പറഞ്ഞ് 200 കൊടുത്തിട്ട് 1 കിലോ വാങ്ങി. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പഴങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അള്ളാഹു തആല മാംസത്തെക്കാളും മുമ്പ് പറഞ്ഞത് ഫ്രൂട്ട്സ് ആണ്, പഴങ്ങളെ കുറിച്ചാണ്. പൊതുവെ എല്ലാവരും ആദ്യം കഴിക്കുന്നത് ഭക്ഷണമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, വീട്ടിലൊക്കെ ആദ്യം കൊണ്ടുവെക്കുന്നത് ഭക്ഷണമാണ്. നല്ല ലഹ്മ്, മാംസം, അതുപോലെ അൽഫാം, പിന്നെ എന്താ ചിക്കന്, അങ്ങനെ മട്ടന്, മന്തി, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കും. ഇതൊക്കെ കഴിച്ചിട്ട് വേറൊക്കെ നിറഞ്ഞ് മൂക്കറ്റം വരെ തിന്നിട്ട് ഏമ്പക്കം വിട്ടിട്ട് വേറെ നിറഞ്ഞതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് വെക്കുക. ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെക്കുന്നത് അങ്ങനെയാണ്. പണ്ടൊരു നമ്പൂതിരി ഭക്ഷണം കഴിച്ച് വേറൊക്കെ നിറഞ്ഞ് മൂക്കറ്റം വരെ എത്തി. ഇനി കുറച്ചിടട്ടേന്ന് വെച്ചു നമ്പൂതിരി. നടക്കൂല, ഇനി പോകൂലെന്ന് പറഞ്ഞു. അപ്പൊ വെച്ചൊരു പായസം ഒഴിക്കട്ടെ. ആ പായസം കുഴപ്പമില്ല, ഒഴിച്ചോളൂന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ വെച്ചു, അപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞ മൂക്കറ്റം വരത്തൊന്നും സ്ഥലമില്ല, പിന്നെ അങ്ങനെ പായസം പോകുമെന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നല്ല തിരക്കുള്ള ഉത്സവത്തിന്റെ അമ്പലങ്ങളിലേക്ക് ആന കൊണ്ടുവരുമ്പോ തിരക്കൊക്കെ മാറൂലേ, നല്ല തിരക്കുള്ള സ്ഥലം ഉത്സവത്തിലേക്ക് ആന ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ മാറൂല. അതേപോലെ പായസം വരുമ്പോ മൂക്കറ്റം വരെല്ലാം മാറി മാറി കൊടുത്തോളൂ. അതേപോലെ മൂക്കറ്റം വരെ തിന്നിട്ടാണ് പിന്നെ ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടി നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങനല്ലേ, കുറച്ചും കൂടി ഇട്ടോട്ടെ, എനിക്ക് വേറെ ഫുള്ള് നിറഞ്ഞു എന്നാ പറയാ. എന്നിട്ട് നമ്മൾ പോയിട്ട് പിന്നെ പുഡിങ് വേറെ, ഫ്രൂട്ട്സ് വേറെ, ഐസ്ക്രീം വേറെ, ഇതൊക്കെ അടിച്ചു മാറും പിന്നെ. എന്നാൽ ആ സ്വർഗത്തിൽ അങ്ങനെയല്ല, ആദ്യം ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ കഴിക്കാമെന്നാ പറഞ്ഞത്. പിന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ മാംസങ്ങൾ. ബീഫും പറഞ്ഞില്ല, മട്ടനും പറഞ്ഞില്ല, പക്ഷിയുടെ മാംസങ്ങൾ എന്നാ പറഞ്ഞത്. കാരണം ബീഫ് മട്ടനൊക്കെ എല്ലാവർക്കും കഴിച്ചു മടുത്തു. കല്യാണത്തിന് പോവാൻ തന്നെ മടിയാണ്. പണ്ടൊക്കെ ഒരു കോഴി ഇറക്കാന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കോഴി ഇറക്കുക. അതെല്ലാവർക്കും എത്തും ചെയ്തതിന്റെ കഷ്ണങ്ങൾ. ഇന്ന് ഒരു ദിവസം രാവിലെ നാസയ്ക്ക് ഒരു കോഴി, ഉച്ചയ്ക്ക് ഒരു കോഴി, രാത്രി കോഴി, എന്നിട്ടും തികയില്ല ആളുകൾക്ക്. തിന്ന് മടുത്തിട്ട് ഇത്ര കല്യാണങ്ങൾ, എന്നിട്ട് ആളുകൾക്ക് മടുപ്പ് തോന്നിയിട്ടില്ല, വേറെ വിഷയമാണ്. അപ്പൊ ഇതേ ഒരു ചിക്കനും ഇതേ ഒരു മട്ടനും ബീഫൊക്കെ പറഞ്ഞ ആളുകൾക്ക് വലിയൊരു പൂതി ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ പക്ഷിയുടെ മാംസങ്ങളാണ്. പക്ഷിയുടെ മാംസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകമായി വേട്ടയാടാൻ പോകുന്ന രാജാക്കന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകമായ ഭക്ഷണമാണ്. അവിടെ നിങ്ങൾക്ക് ഈ രാജാവിനെ പോലെ തന്നെ അള്ളാഹു തആല വൈവിധ്യമാർന്ന ഭക്ഷണം തരുമെന്നാണ്. അപ്പൊ മാംസത്തെക്കാളും മുമ്പ് ഫ്രൂട്ട്സ് പറയാനുള്ള കാരണം പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അവിടെ ആരും ഭക്ഷണം കഴിക്കുന്നത് വിശപ്പകറ്റാനല്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വയറ് നിറഞ്ഞ ഒരാൾ എന്താ ചെയ്യാ, നല്ലൊരു ജ്യൂസ് കുടിക്കും. ഹോട്ടലിൽ പോയിട്ട് വേറെ കഴിച്ചിട്ടുണ്ട്, ചങ്ങാതി വിളിച്ചതാണ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടെയുള്ള ചങ്ങാതിമാരൊക്കെ മന്തിയും മട്ടൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇയാൾ എനിക്കൊരു ജ്യൂസ് മതി എന്ന് പറയും. കാരണം എന്താ, അയാൾക്ക് വേറൊക്കെ നിറഞ്ഞിട്ട് പിന്നെ എന്റർടൈൻമെന്റാ. സ്വർഗത്തിൽ എന്റർടൈൻമെന്റാ, ആരും വിശന്നിട്ട് കഴിക്കല്ല, വിശന്നിട്ട് കഴിക്കുന്നതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യം ഫ്രൂട്ട്സാ കഴിക്കുക, പിന്നെ മാംസമാണെങ്കിലും മാംസം കഴിക്കും. പക്ഷെ ദുനിയാവിൽ വിശന്നത് കൊണ്ട് ആദ്യം വേറൊക്കെ നിറച്ചതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കുക. എന്റർടൈൻമെന്റ് ആണ്. സ്വർഗത്തിൽ വിശപ്പില്ലാത്തത് കൊണ്ടാണ് അല്ലാഹു തആല ആദ്യം പഴം പറഞ്ഞത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വിശാല കണ്ണുകളുള്ള സുന്ദരികളായ ഹൂറുൽ ഈങ്ങളുണ്ട്. ഹൂറുൽ എന്ന് പറയുമ്പോൾ നല്ലോണം പൂതി വെക്കണ്ട. കാരണം ഹൂറുൽ ഈങ്ങളെക്കാളും ഭംഗി നമ്മുടെ ഭാര്യമാർക്കാണെന്നാണ്. ഹൂറുൽ ഈങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പടച്ചോനെ അങ്ങനെ ഒരു ഹൂറുൽ ഈങ്ങളെ കിട്ടിയാൽ മതിയായിരുന്നു ഒക്കെ അത് കൊതിക്കും. പക്ഷേ ഹൂറുൽ ഈങ്ങളെക്കാളും ഭംഗി നമ്മുടെ ഭാര്യമാർക്കാണെന്നാണ്. ഏത് ഭാര്യമാർക്ക്, എല്ലാ ഭാര്യമാർക്കും ഭംഗി ഉണ്ടാവില്ല. മഹാമഹതിയായ ഉമ്മു സലമ ബീവി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ദുനിയാവിലുള്ള സ്ത്രീകളാണോ അല്ല ഹൂറുൽ ഈങ്ങളാണോ നാളെ സ്വർഗ്ഗത്തിലെത്തിയാൽ ഭംഗിയുള്ളത്? നബി തങ്ങൾ പറഞ്ഞു, ദുനിയാവിലുള്ള സ്ത്രീകളാണ്. എന്തുകൊണ്ട്? ബിസ്വലാത്തിഹിന്ന, അവരുടെ നിസ്കാരം കാരണത്താൽ, വസിയാമിഹിന്ന, അവരുടെ നോമ്പ് കാരണത്താൽ, അവരുടെ സൽപ്രവർത്തനങ്ങൾ കാരണത്താൽ അല്ലാഹു തആല ഹൂറുൽ ഈങ്ങളെക്കാളും ഭംഗി ദുനിയാവിലെ സ്ത്രീകൾക്ക് നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പെണ്ണുങ്ങളെ നല്ലോണം നിസ്കരിപ്പിച്ചോളി, ഇല്ലെങ്കിൽ ഈടുത്ത് അതേപോലെ ആയിരിക്കും അവിടെ ഉണ്ടാവാം. മനസ്സിലായി? നിസ്കാരം കുറഞ്ഞു പോയാൽ ഇതേപോലെ ആയിരിക്കും.
കാണുമ്പോൾ തന്നെ പഠിച്ചോനെ ഇതിനെ കുറെ ദുനിയാവിൽ കണ്ടാൽ ഇനി സ്വർഗത്തിലും കാണണമെന്ന് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് നന്നായി നിസ്കരിപ്പിച്ചു. നിസ്കാരം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളെ പെണ്ണുങ്ങളെ ഗ്ലാമർ കൂടും. നോമ്പും നിസ്കാരവും ദിക്റും സ്വലാത്തും അതുപോലെ തസ്ബീഹൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ചായിട്ട് ആയിരിക്കും അവിടെ ഭംഗി കൂടുക. അപ്പൊ നിങ്ങൾ നാളെ സ്വർഗത്തിൽ ഖേദിക്കാൻ നിൽക്കണ്ട. പഠിച്ചോൻ എന്റെ പെണ്ണിനെ കൊണ്ട് ഒരു റക്അത്ത് ഞാൻ കൂടുതൽ നിസ്കരിച്ചിരുന്നെങ്കിൽ, ഒരു റക്അത്ത് തഹജ്ജുദൊക്കെ ഞാൻ നിസ്കരിപ്പിച്ചിരുന്നെങ്കിൽ കാണാൻ എന്ത് ചുരുക്കുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പൊ മാക്സിമം നിസ്കരിപ്പിച്ചോളി. ഏറ്റവും കൂടുതൽ നിസ്കാരക്കാർ, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവർ ആരാണ്? അതിനനുസരിച്ചാണ് നാളത്തെ സൗന്ദര്യമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ കുടുംബസമേതം സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗ്ഗത്തിലെ ഭാര്യമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ദുനിയാവിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. എന്തെന്നറിയോ? ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണവർ. ഇപ്പൊ ദുനിയാവിലെ ഭാര്യമാര് സ്നേഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ദുനിയാവിലുള്ള ഭാര്യമാർ ഭർത്താവിനെ സ്നേഹിക്കുന്നത് തിരിച്ചു പ്രതീക്ഷിച്ചിട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ സ്ത്രീകൾ തിരിച്ചു പ്രതീക്ഷിച്ചിട്ടുള്ള സ്നേഹമല്ല. എന്റെ ഭർത്താവിനൊരു പ്രയാസം പോലും വരരുത്, ഒരു ടെൻഷൻ പോലും ഉണ്ടാവരുത് എന്ന ചിന്തയാണ്. ദുനിയാവിലെ പെണ്ണുങ്ങളോ എനിക്ക് ടെൻഷൻ ആണെങ്കിൽ ഭർത്താവിന് സ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല, എന്നെ പോലെ തന്നെ അയാളും കുറച്ച് അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരേ സമയം ഭാര്യയാണ്, അതേ സമയം നിങ്ങൾ ഉമ്മയുമാണ്. അല്ലെ, പെണ്ണുങ്ങൾ ഭാര്യയാണ്, ഉമ്മയാണ്. അല്ലെ, ഒരേ സമയം ഭാര്യയാണ്, അതേ സമയം നിങ്ങൾ ഉമ്മയുമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അതേ ഒരു സ്നേഹം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കൊടുത്താൽ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷമായിരിക്കും. മക്കളെ സ്നേഹിക്കുന്നത് തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. മക്കൾ ഉമ്മയോട് ദേഷ്യപ്പെട്ടാൽ തിരിച്ചു ഉമ്മ മക്കളോട് ദേഷ്യപ്പെടൂല. മക്കള് ഉമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഉമ്മ മക്കളോട് പിണങ്ങൂല. എന്നാ ഭർത്താവ് ഒന്ന് കേൾക്കാതിരിക്കട്ടെ, ഭർത്താവ് ഒന്ന് ഭാര്യയോട് ദേഷ്യപ്പെടട്ടെ, അപ്പ ഭാര്യയുടെ സ്വഭാവം കാണാം. എന്നാൽ മക്കൾ ദേഷ്യപ്പെട്ട ആ സ്വഭാവമില്ല. മക്കളോട് വളരെ മാന്യമായി തിരിച്ചൊന്നും ദേഷ്യപ്പെടാതെ, കയർത്ത് സംസാരിക്കാതെ, ചുടിക്കാതെ വളരെ സ്നേഹപ്രകടനം നടത്തും. ഇതേ രീതിയിൽ എന്റെ ഭർത്താവിനോട് പെരുമാറിയാൽ, സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം ഭർത്താവിന് കൊടുത്താൽ എന്തേ? ലോകത്ത് എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകുന്ന ഒരേ ഒരു കോടതി അത് ഉമ്മയുടെ കോടതിയാണ്. ഉമ്മയെ അടിച്ചാൽ വരെ ആ ഉമ്മയ്ക്ക് മകനെ കുറിച്ച് പരാതി ഉണ്ടാവില്ല. എന്നാ ഭർത്താവ് ഒന്ന് അടിച്ചോക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, തിരിച്ചു പ്രതീക്ഷിക്കാത്തൊരു സ്നേഹം ഏത് പെണ്ണാണ് ഭർത്താവിന് കൊടുക്കുന്നത്? ഭർത്താവ് നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നില്ല, ഭർത്താവ് ഒരു ചെമ്മാടിയാണ്, ഒരു അക്രമിയാണ്, നിങ്ങളെ തീരെ സ്നേഹിക്കുന്നില്ല, തീരെ മെയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ ഭർത്താവാണ് വലുത്, ഞാൻ മാക്സിമം കഴിവിന്റെ പരമാവധി എന്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുമെന്ന ചിന്തയിൽ ഒരു പെണ്ണ് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താൽ ആ ദാമ്പത്യ ജീവിതം ദുനിയാവും ആഖിറവും ആ രണ്ടുപേർക്കും സ്വർഗമായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ പ്രത്യേകത, ഭാര്യമാരുടെ പ്രത്യേകത എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 33 കാര്യങ്ങളാണ്, 33 വയസ്സാണ് അവിടുത്തെ സ്ത്രീകൾക്ക് ഉണ്ടാവുക. ഉറുബൻ നത്റാബാ, സമപ്രായക്കാരായ ഭാര്യമാര്, വഹൂറുൻ ഈൻ കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവിടെ വേണ്ടാത്ത വർത്തമാനങ്ങളില്ല, വേണ്ടാത്ത സംസാരങ്ങളില്ല. ഇവിടെ 4 ആളുകൾ കൂടിയാൽ, നമ്മളൊരു 4-5 ആളുകൾ കൂടിയാൽ പലതും നമ്മൾ സംസാരിക്കും. മറ്റുള്ളവരെ കുറിച്ച് വേണ്ടാത്ത ഗീബത്ത് പറയും, നമീമത്ത് പറയും, അശ്ലീല വർത്തമാനങ്ങൾ നമ്മുടെ ചർച്ചകളിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതെല്ലാം ഒഴിവാക്കി ജീവിതത്തിൽ നിറയെ വേണ്ടാത്ത അശ്ലീലങ്ങളില്ലാത്ത, ഗീബത്തില്ലാത്ത, നമീമത്തില്ലാത്ത നല്ല വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞു ജീവിച്ച ആളുകൾക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നാണ്. കാരണം സ്വർഗത്തിന്റെ വർത്തമാനങ്ങളിൽ അശ്ലീലങ്ങളില്ല, സെക്സ് വർത്തമാനങ്ങളില്ല, അതേപോലെ തന്നെ ഗീബത്തില്ല, നമീമത്തില്ല. ഇവിടെ അത് പതിവാക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ എന്തിനാണ് അല്ലാഹു നൽകുന്നത്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ ചെയ്തതിനുള്ള പ്രതിഫലമല്ല ഇത്. അവർ നന്മ ചെയ്തതിന് പ്രത്യുപകാരമല്ല, നമ്മൾ ചെയ്ത നന്മകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമല്ല ഇത്.
കാരണം നമ്മൾ ചെയ്ത നന്മകൾക്ക് ഇത്രയും വലിയൊരു പ്രതിഫലം നൽകേണ്ട ആവശ്യം തന്നെ അള്ളാഹുവിനില്ല. കാരണം നമ്മൾക്ക് അള്ളാഹു കണ്ണിന്റെ കാഴ്ചശക്തി തന്നിട്ടുണ്ട്. അതിന് പകരമാവൂല 60 വർഷത്തെ നമ്മുടെ അമലുകൾ. അള്ളാഹു തആല ശ്വാസോച്ഛ്വാസം തരുന്നുണ്ട്, 2 കിഡ്നി തരുന്നുണ്ട്. ഒരു കിഡ്നി തകരട്ടെ അപ്പോഴറിയാം നമ്മുടെ കഥകൾ. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, വെള്ളം കുടിക്കാൻ കഴിയാത്തവരുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, കിഡ്നി തകരാറിലായ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം ഒരു കിഡ്നി തകരാറിലായാലുള്ള പ്രശ്നങ്ങൾ എത്രയാണ്, ചെലവ് എത്രയാണ് എന്നറിയാം. എന്നാൽ ഒരു ചെലവ് പോലും ഇല്ലാതെ 10-60 വർഷക്കാലം അള്ളാഹു നൽകിയ നിഅമത്ത് ഉപയോഗിച്ചിട്ട്, അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച നാം ചെയ്ത 60 വർഷത്തെ അമൽ ഒരു കിഡ്നിക്ക് പോലും പകരമാവൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ചെയ്ത നന്മ കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. അള്ളാഹുവിന്റെ ഓഫറാണത്. നബി തങ്ങൾ പോലും പറഞ്ഞില്ലേ, നബി തങ്ങൾ പറഞ്ഞു യദ്ഖുലൽ ജന്നത അഹദുൻ ബിഅമലിഹി, നിങ്ങളിൽപ്പെട്ട ഒരാളും അയാളുടെ അമൽ കാരണത്താൽ നാളെ സ്വർഗത്തിലെത്തൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ചെയ്ത അമൽ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്തൂല. അപ്പോഴാണ് മഹാനായ സ്വഹാബി വര്യർ ചോദിച്ചത്, വലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ നബിയേ? നബി തങ്ങൾ പറഞ്ഞു വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഫദ്ലും ഇല്ലാതെ ഞാനും നാളെ സ്വർഗത്തിലെത്തൂല. ഞാൻ എന്റെ അമൽ കൊണ്ടല്ല സ്വർഗത്തിലെത്തുന്നത്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നിരന്തരമായി അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല അയാളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുണ്ടോ? അയാൾ പറഞ്ഞു, എനിക്ക് ഉറപ്പാണ്. എന്തുറപ്പാ നിനക്കുള്ളത്? 500 വർഷം ഞാൻ സുജൂദിൽ കിടന്നിട്ടില്ലേ, പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാഹു എന്ത് ചെയ്തു എന്നറിയോ? അയാളുടെ കണ്ണിന്റെ കാഴ്ചശക്തി വറന്നൊടുത്തില്ല. അയാൾക്ക് അള്ളാഹു 500 വർഷം കാണാനുള്ള ഒരു കാഴ്ചശക്തി കൊടുത്തില്ലേ, അതെടുത്തിട്ട് ഒരു തുലാസിൽ വെച്ചു. ഇയാളുടെ 500 വർഷത്തെ ഇബാദത്തും ഒരു തുലാസിൽ വെച്ചു. നോക്കുമ്പോ കണ്ണിന്റെ കാഴ്ചശക്തിക്കാണ് ഭാരം. ഈ ഒരു നിഅമത്തിന് പോലും പകരമായിട്ടില്ല നമ്മുടെ നന്മ. അള്ളാഹു പറഞ്ഞു, നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ, നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അയാൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു, പടച്ചോനെ ഞാൻ എന്റെ അമല് കൊണ്ടല്ല സ്വർഗത്തിലെത്തുന്നത്, നിന്റെ ഫദ്ല് കൊണ്ടാണ്. നമ്മളൊക്കെ അങ്ങനെ സ്വർഗത്തിലെത്ത അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ്. നന്മയൊന്നും വേണമെന്നില്ല മുഅ്മിനീങ്ങളെ, ഒരു മനസ്സിന്റെ ചെറിയ ഒരു കടാക്ഷം മതി. അഥവാ നമ്മുടെ ഈ പ്രവർത്തകർ ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു നന്മ ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഒരു കാരുണ്യ പ്രവർത്തനം, ഈ ഒരു ചാരിറ്റിയുമായി വലിയൊരു ആവേശമാണ്. ചില ചെറുപ്പക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, മറ്റുള്ളവരുടെ കടം വെട്ടി കൊടുക്കാൻ, വീടെടുത്തു കൊടുക്കാൻ. ആ ഒരു നല്ല മനസ്സ് മതി ഒരു പക്ഷേ നാളെ സ്വർഗത്തിലെത്താൻ. നിങ്ങൾക്കറിയുമോ, ഒരു കടക്കാർ, ഒരു വലിയൊരു മുതലാളിയുണ്ട്, ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാത്തൊരു മുതലാളി. അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ജനങ്ങൾക്ക് കടം കൊടുക്കുക, ഇങ്ങനെ കടം കൊടുക്കും. കടം കൊടുത്ത് കടം തിരിച്ചു തരുന്ന സമയമായാൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ സെക്രട്ടറിയെ പറഞ്ഞേക്കും, ഓരോ വീടുകളിലേക്കും പറഞ്ഞേക്കും കടം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സെക്രട്ടറി പോയിട്ട് വീട്ടിലെത്തുമ്പോ നോക്കുമ്പോ അയാൾക്ക് പൈസ തിരിച്ചു തരാൻ കഴിവില്ല. അപ്പൊ മുതലാളി പറയും, കുഴപ്പമില്ല, കഴിവില്ലാത്തത് കൊണ്ടല്ലേ, വിട്ടുകൊടുക്ക്, അയാൾ കഴിയുമ്പോ തരട്ടെ, നിങ്ങൾ നിർബന്ധിച്ച് വാങ്ങരുത്. അപ്പുറത്തെ വീട്ടിൽ പോയാൽ അവിടെയും അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ കഴിയാത്ത ആളുകൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കഴിയുമ്പോ തന്നാ മതി. അള്ളാഹു ഇതുപോലെ നമ്മൾക്കും വിട്ടുവീഴ്ച ചെയ്താലോ? തീരെ തരാൻ കഴിയാത്ത ആളുകൾക്ക് വിട്ടുകൊടുത്തു, പൂർണ്ണമായി മാപ്പ് നൽകി. അയാൾ മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തെ വിളിച്ചു. ജീവിതത്തിൽ വല്ല നന്മയും നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരൊറ്റൊരു നന്മയാണ് ഞാൻ ചെയ്തത്. പാവങ്ങളായ ആളുകൾക്ക് ഞാൻ കടം കൊടുക്കാറുണ്ട്. കടം കൊടുത്ത് തിരിച്ചു തരാനുള്ള സമയമാകുമ്പോൾ തിരിച്ചു തരാൻ കഴിയാത്ത ആളുകൾക്ക് ഞാൻ വിട്ടുകൊടുക്കാറുണ്ട്, മാപ്പ് നൽകാറുണ്ട്, തിരിച്ചു വാങ്ങാറില്ല. എന്തേ നീ എനിക്ക് മാപ്പ് നൽകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനത് ചെയ്തത്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ആ ഒരൊറ്റ ഒരു അമല് കാരണത്താൽ എന്റെ സകലമാന പാപങ്ങളും ഞാൻ പുറത്തു തന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, കടം കിട്ടുന്നത് വരെ വലിയ ആവേശമായിരിക്കും, കൂടെ കൂടി ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ബന്ധവും ചങ്ങാത്തൊക്കെ ഉണ്ടാവും. എന്നാൽ ഫെബ്രുവരി 5 കടം തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചാലും എടുക്കൂല, വീട്ടിൽ പോയാലും കാണൂല. എങ്ങാനും കണ്ടുപോയാലും നിങ്ങൾക്ക് എന്തോ തിരക്ക്.
നിനക്കെന്താ ഇപ്പൊ ബുദ്ധിമുട്ടുള്ളത്? അത് നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിന്നോട് എന്താ പറഞ്ഞു? ഫെബ്രുവരി 5 കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം. പിന്നെ നീ അയാളെ തിരക്കും അയാളെ വരുമാനം നീ നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറെ ആളുകൾക്ക് കടം കൊടുത്തു. നമ്മൾക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ കൊടുക്കാൻ വന്നപ്പോൾ നമ്മളെ കയ്യിൽ കാശില്ല. അപ്പൊ അയാൾ 1,00,000 തരാണ്ട്, ഇയാൾ 50,000 തരാണ്ട്, ഇയാൾ 10,000 തരാണ്ട്, 3 ആൾക്ക് വിളിച്ചു, 3 പൈസ തന്നില്ല. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരാളോട് കടം വാങ്ങിയിട്ട് കൊടുക്കേണ്ട അവസ്ഥ. ദേഷ്യം വരാതിരിക്കോ? പിന്നെ വേറെ ആരെങ്കിലും കടം ചോദിച്ചാൽ തിരിച്ചു കൊടുക്കോ? ഇനി വേറെ ആരെങ്കിലും കടം വാങ്ങിയാ കൊടുക്കോ? ഇതാണ് മുഅ്മിനീങ്ങൾ ഇന്നത്തെ അവസ്ഥ. കടം വാങ്ങിച്ച കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കണം. അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വാങ്ങണ്ട. കുറച്ച് നേരത്തെ അവധി കൂടുതൽ പറഞ്ഞോളൂ. എനിക്ക് 2 വർഷത്തെ അവധി വേണം, അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചോളൂ. അയാൾ തരാണെങ്കിൽ വാങ്ങിച്ചോളൂ. അല്ലാതെ ഞാൻ 1 മാസം കൊണ്ട് തരാം, ഞാൻ 1 ആഴ്ച കൊണ്ട് തരാം എന്നൊക്കെ പറയാം. 1,00,000 കൊണ്ട് 1 ആഴ്ച കൊണ്ട് ഞാൻ തരാം. 1 ആഴ്ചയല്ല, 1 വർഷം കഴിഞ്ഞാൽ അയാൾ തിരിഞ്ഞു നോക്കൂല. ഇതൊക്കെ ചതിയല്ലേ? ഇതൊക്കെ ചീറ്റിംഗ് അല്ലേ? ഇതൊക്കെ പഠിച്ചോ വെറുതെ വിടുന്നൊന്നുണ്ടോ? അതുകൊണ്ട് കഴിയുന്ന ആളുകൾ മാത്രം കടം ചോദിച്ചാൽ മതി. ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റിനും മുമ്പേ തിരിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. പിന്നെ മുതലാളി വലിയൊരു മുതലാളിയാണ്, അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, സമയമായി കുഴപ്പമില്ല, ഇടഞ്ഞു വെച്ച് നീ കഴിയുമ്പോൾ തന്നാ മതി, സൗകര്യം പോലെ തന്നാ മതി പറഞ്ഞു. ഓക്കെ, ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മുതലാളിമാര് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതും നല്ലതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം മഹത്വങ്ങളൊക്കെയാണ് അല്ലാഹു തആല സ്വർഗ്ഗീയ ലോകത്തുള്ള 1ാമത്തെ വിഭാഗം ആളുകൾക്ക് നൽകാൻ പോകുന്നത്. ഇനി 2ാം വിഭാഗം അസ്ഹാബുൽ യമീൻ. മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ. അവർക്ക് അല്ലാഹു നൽകുന്നത് ഫീ സിദ്രിൻ മഖ്ലൂദ് വ തൽഹിം മഖ്ലൂദ്, വളരെ മനോഹരമായ വാഴക്കുലകൾ. അത് വലിയ പൂതി ഉണ്ടാവില്ലല്ലേ? സ്വർഗത്തിലുള്ള മനോഹരമായ പഴങ്ങളാണ്, അതേപോലെ മനോഹരമായ തണലാണ്. സ്വർഗത്തിന്റെ സമയം എന്ന് പറയുന്നത് നട്ടുച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഇല്ല. രാവിലെ ഒരു 7 മണി സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു വെളിച്ചുണ്ടല്ലോ. സൂര്യൻ ഉദിക്കുന്ന ഒരു സമയം 6:50 അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കണ്ണിലേക്ക് വെയിലടിക്കാത്തൊരു സമയമുണ്ട്. സൂര്യനെ നോക്കിയാൽ കണ്ണിലേക്ക് പ്രകാശം അടിച്ചു കയറാതെ, കണ്ണ് ചിമ്മേണ്ടി വരാത്ത, വിയർപ്പില്ലാത്ത, ചൂടെടുക്കാത്തൊരു സമയം. അതാണ് 24 മണിക്കൂറും. അങ്ങനെ 24 മണിക്കൂർ അവിടെ ഇല്ല, എന്നാലും അവിടുത്തെ മുഴുവൻ സാഹചര്യവും ആ ഒരു ടൈം ആയിരിക്കുന്നതാണ്. സ്വർഗത്തിന്റെ ടൈം പ്രഭാതത്തിലുള്ള ആ 7 മണി സമയമായിരിക്കുന്നതാണ്. എപ്പോഴും അതുപോലെ, എല്ലാ സമയത്തതുപോലെ. അല്ലാഹു എത്തിപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരന്നു കിടക്കുന്ന തണലുണ്ട് അവിടെ അവർക്ക്. വളരെ മനോഹരമായ പാനീയങ്ങളുണ്ട്. ധാരാളം പഴങ്ങളുണ്ട്. ആ പഴങ്ങൾ ഒരിക്കലും സീസണായിട്ട് ഓരോ സീസണുകളിൽ വരുന്ന പഴങ്ങളല്ല. ഇന്ന് മാങ്ങ കഴിക്കണമെങ്കിൽ അതിനൊരു സീസൺ ഉണ്ട്, ചക്ക കഴിക്കണമെങ്കിൽ അതിനൊരു സീസൺ ഉണ്ട്. ഓരോന്നിനും ഓരോ സീസണുകളാണ്. എന്നാൽ സ്വർഗത്തിൽ സീസൺ ഇല്ല. ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും അല്ലാഹു തരുമെന്നാണ്. ചില ആളുകളെ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ പോയി ആപ്പിൾ പറിക്കണമെന്ന് പറഞ്ഞാൽ പറിക്കാൻ വിടൂല. ജമ്മു കാശ്മീരിൽ ഒന്ന് പോയി നോക്ക്, ആപ്പിൾ തോട്ടങ്ങൾ നിറയെ ഉണ്ടാകും. അതിലൊന്ന് കയറിയാൽ ഒരു ആപ്പിളിനെ പോലും നുള്ളാനോ തൊടാനോ പാടില്ല, ഫൈൻ തരും നിങ്ങൾക്ക്. അത് ആരാന്റെ തോട്ടാണ്? എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. അവിടെ നിങ്ങളെ തടയാൻ ഒരാളുമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. വളരെ മനോഹരമായ മെച്ചകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്ന ഇണകളെ വളരെ മനോഹരമായിട്ടാണ്, ഒരു പ്രത്യേകമായ ശ്രദ്ധയോടെ ഞാൻ ഉണ്ടാക്കിയതാണ്. അവൾ എന്നും കന്യകകളായിരിക്കുമെന്നാണ്. എന്നും കന്യകകൾ. കന്യകത്വം വിൽക്കുന്ന ആളുകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. കന്യാചർമ്മം വിൽക്കുന്ന ആളുകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊക്കെ അറിയാം. സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാകുമ്പോ സ്വന്തം ശരീരത്തിന്റെ കന്യകത്വം വിൽക്കുന്ന ആളുകൾ എത്രയോ ഡോളറുകൾക്ക് വേണ്ടി വാങ്ങുന്ന ആളുകളുണ്ടാവും. എന്നാൽ സ്വർഗത്തിൽ എന്നും കന്യകകളാണ്, പ്രയാസങ്ങളില്ലാത്ത. സമപ്രായക്കാരായ സ്നേഹസമ്പന്നരായ എന്നും കന്യകകളായ ഭാര്യമാരെയാണ് അല്ലാഹു തആല സ്വർഗീയ ലോകത്തുള്ള വലതുപക്ഷക്കാരായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരെ ഈ സമുദായത്തിലെ ആദ്യത്തെ നൂറ്റാണ്ടിലെ വലിയൊരു വിഭാഗം, അവസാന നൂറ്റാണ്ടിലെ വലിയൊരു വിഭാഗം, അഥവാ നമ്മളിൽ നിന്നും വലിയൊരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്തുള്ള സഹാബാക്കളിൽ നിന്നും വലിയൊരു വിഭാഗം
വിഭാഗമുണ്ട്. ഇവിടെ പെടാനല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത്, ആദ്യത്തെ വിഭാഗത്തിൽ പെടാനാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നെ അല്ലാഹു പറയുന്നത് ചമ്മാടികളായ ഇടതുപക്ഷക്കാർ ആരാണവർ? ഫീ സമൂമിൻ വഹമീം, അവർക്ക് അല്ലാഹു നൽകുന്നത് തീക്കാറ്റാണ്, തിളച്ചുമറിയുന്ന വെള്ളമാണ്. കറുത്തിരുണ്ട നിഴലുകളാണ്, ചൂടുള്ള നിഴലുകളാണത്. അവിടെ തണുപ്പില്ല, സുഖമില്ല. എന്ത് കാരണത്താലാണ് അവർക്ക് അല്ലാഹു ശിക്ഷ നൽകുന്നത്? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ, അവർ ദുനിയാവിൽ സുഖാഡംബരങ്ങളിൽ ജീവിച്ചവരാണ്. സുഖാഡംബരം എന്ന് വെച്ചാൽ സുഖത്തോടെ ജീവിക്കുന്നൊന്നും തെറ്റല്ല. ഹലാലായ ആസ്വാദനങ്ങളോട് ഇസ്ലാം എതിരല്ല, ഹറാമായ ആസ്വാദനങ്ങളോട് ഇസ്ലാം എതിരാണ്. ഹലാലായ എന്റർടൈൻമെന്റ് ഇഷ്ടം പോലില്ലേ? നല്ല വസ്ത്രം ധരിക്കാം, നല്ല ചെരുപ്പ് ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വീടെടുക്കാം, നല്ല വണ്ടി വാങ്ങാം, ഇതൊക്കെ ഹലാലായതാണ്. എന്നാൽ നേരെ മറിച്ച് ഹറാമായ എന്റർടൈൻമെന്റുകൾ, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത്, ആ സമയത്ത് പോയി നല്ല ജ്യൂസ് കുടിച്ചൂടെ? എന്തിനാ അതിന്റെ ടേസ്റ്റ് അറിയില്ല, എന്തിപ്പോ അത് കുടിക്കേണ്ട ആവശ്യം? ഈ കഞ്ചാവിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ആ പൈസ കൊണ്ട് നല്ല ജ്യൂസ് കുടിച്ചൂടെ, നല്ല ഐസ്ക്രീം തിന്നൂടെ? ഇതൊക്കെ അല്ലാഹു അനുവദിച്ചു തന്നതല്ലേ, പിന്നെ എന്തിനാ അനുവദിച്ചത് ഒഴിവാക്കി ഹറാമിലേക്ക് പോകുന്നത്? ആർക്കെങ്കിലും ഇങ്ങനെ കഞ്ചാവ് അടിക്കണമെന്ന് തോന്നിയാ വേഗം ഏതെങ്കിലും കൂൾബാറിൽ പോയിട്ട് നല്ലൊരു ജ്യൂസ് കുടിച്ച് തിരിച്ചു വരാം. അങ്ങനെ ചെയ്താൽ മതി. ഇത്രയൊക്കെ ഹലാലായ ആസ്വാദനങ്ങൾ അല്ലാഹു തന്നിട്ട് അതിനെയെല്ലാം വലിച്ചെറിഞ്ഞ് ഹറാമിലേക്ക് പോകുന്നവർക്ക് അല്ലാഹു ശിക്ഷയല്ലാതെ പിന്നെ എന്താണ് അല്ലാഹു നൽകേണ്ടത്? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ, അവർ ദുനിയാവിൽ സുഖഭോഗങ്ങളിൽ കഴിഞ്ഞുകൂട്ടിയവരാണവർ, ഹറാമായ കാര്യങ്ങളിൽ ഇടപെട്ടവരാണവർ. വകാനൂ യുസിറൂന അലൽ ഹിസിൽ അലീം, കൊടും പാപങ്ങൾ നിരന്തരമായി ചെയ്തവരാണവർ. യുസിറൂന എന്ന് പറഞ്ഞാൽ നിരന്തരമായി തെറ്റ് ചെയ്യുക എന്നാണ്. അറിയാതെ തെറ്റ് ചെയ്താൽ അല്ലാഹു അവർക്ക് മാപ്പ് നൽകും. മനുഷ്യൻ തെറ്റുകാരാണ്, സ്വാഭാവികം. മനുഷ്യന്റെ ഭാഗത്ത് തെറ്റുവരും. അത് ഉസ്താദുമാരായാലും വരും, മൗലവിമാരായാലും വരും, മന്ത്രിമാരായാലും വരും, രാഷ്ട്രീയക്കാരായാലും വരും. തെറ്റ് മനുഷ്യന്റെ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തെറ്റു വന്ന ഒരാൾ ബോധോദയമുണ്ടായി ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങലോടുകൂടി അല്ലാഹു അയാളെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, പൈശാചികമായ ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുമെന്നാണ്. അഥവാ തെറ്റുവന്നു പോയാൽ അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ തൗബ ചെയ്തവർ മടങ്ങും. എന്നാൽ തമ്മാടികളായ ആളുകൾ, അവർക്ക് തൗബ ചെയ്യാൻ കഴിയുകയില്ല, അവർക്ക് തൗബ ചെയ്യാൻ കഴിയുകയില്ല. പിന്നെയും പിന്നെയും അവർ തെറ്റിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തെറ്റിലായി മരണപ്പെടേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു എളിയ ഉപദേശം ഞാൻ പറയാം, നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു ഉപദേശം. നമ്മുടെ അവസാന സമയം എപ്പോഴും നന്മയിലാവുക. അവസാന സമയം, ഇപ്പൊ നമ്മുടെ അവസാന സമയം എന്താ? വഅദിന്റെ സദസ്സിൽ ഞാൻ വഅദ് പറയുന്നു, നിങ്ങൾ വഅദ് കേൾക്കുന്നു. സ്വർഗത്തിന്റെ മജ്ലിസാണ്, സ്വർഗത്തിന്റെ ഭാഗമാണ്. ഇത് നിങ്ങളുടെ അവസാന സമയമാണ്. ഇവിടെ ഞാനും നിങ്ങളും ഈ സമയത്ത് മരണപ്പെട്ടു പോയാൽ ഞാനും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരാളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണോ തള്ളണോ എന്ന് അല്ലാഹു നോക്കുന്നത് അയാൾ അവസാനമായി എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. ഇത് ഖിയാമത്ത് നാൾ അടുത്തു വന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സമയമാണ്. ലാ തഖൂമു സഅതു ഹത്താ യദ്ഹറ മൗതുൽ ഫജ്അ, ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഒരു രോഗലക്ഷണങ്ങളില്ലാതെ കിടപ്പിലാവാതെ എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയത്? 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരാൾ മരണപ്പെട്ടു പോയി. നിങ്ങളൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടോ? വാട്സപ്പിലെ ഗ്രൂപ്പിൽ ഇങ്ങനെ എഴുതി, തർക്കത്തിന് ഞാനില്ല, തർക്കിക്കാൻ ഞാനില്ല, അള്ളാഹുവിന്റെ വിളി വന്നാൽ ഞാൻ അങ്ങോട്ട് മരണപ്പെട്ടു പോകും, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം, എന്നിട്ട് എന്നെ നന്നായി കുളിപ്പിക്കണം, കുളിപ്പിച്ചിട്ട് എന്നെ നിങ്ങളൊക്കെ ജനാസയും പിന്തുടർന്ന് ഖബറിലേക്ക് വരണം, ഖബറിലേക്ക് വന്നിട്ട് അങ്ങനെ പോകരുത്, ഖബറിൽ വെച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, മണ്ണ് വാരി എറിഞ്ഞ് എനിക്ക് ദുആ ചെയ്തിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് വാട്സപ്പിൽ സന്ദേശം ഇട്ടു ഒരാൾ ഗ്രൂപ്പിൽ. ഒരു ദിവസം കഴിഞ്ഞു അയാൾ മരണപ്പെട്ടു പോയി.
ഒരു അസുഖം ഉണ്ടായിട്ട് ഒരു അസുഖം അയാൾക്കുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ മരണം കാണാൻ പറ്റുന്നത് പോലെ. നമ്മുടെ ഈ മൊഗ്രാലും കുമ്പളിക്കിടയിൽ 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ ഒരു രാത്രി ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അന്ന് ചെറുപ്പക്കാരൻ ഇതുപോലെ മരണത്തിന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് മരണപ്പെട്ടു പോയത്. ഇതുപോലെ പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോവുക, രോഗങ്ങളില്ലാതെ ഇഷ്ടം പോലെ. എന്റെ വണ്ടി ഞാൻ വേറെ ആളിന്ന് വാങ്ങിച്ച വണ്ടിയാണ്. ആ വണ്ടിയുടെ ഓണർ ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് 5 മണി മരിച്ചു. വണ്ടി വാങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അയാളെ വലിയ ആഗ്രഹമാണ്. അങ്ങനെ ആള് അതിന് പോകുന്നു പറഞ്ഞിട്ട് എനിക്ക് എന്റെ തന്നാൽ മതി അയാളെ ഫാമിലി. ഞാൻ പറയുന്നത് ഇതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ, പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്ന കാലമാണിത്. ഏത് സമയത്തും മരണപ്പെടാനുള്ള സാധ്യതകളുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് പെട്ടെന്നുള്ള മരണം. എന്നാൽ ചമ്മാടികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അപകടമാണ്. കഞ്ചാവടിച്ച ഒരു ചെറുപ്പക്കാരൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അയാളുടെ അവസ്ഥ എന്താണ്? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാമുകിയോട് രാവിലെ വരെ സംസാരിച്ച ഒരാൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാൽ അയാളുടെ ആഖിറത്തിലെ അവസ്ഥ എന്ത്? ഫോൺ വീഡിയോകൾ കണ്ട ഒരാൾ കിടന്നുറങ്ങി, തൗബ ചെയ്യാതെ കിടന്നുറങ്ങി, ആ ഉറക്കിൽ അല്ലാഹു അയാളെ കൊണ്ടുപോയാൽ അയാളുടെ പാരത്രിക ലോകത്തെ അവസ്ഥ എന്ത്? ഹറാമായ ആണും പെണ്ണും ഒന്നിച്ചിരുന്നൊരു കാറിലൂടെ യാത്ര ചെയ്തു. ആ സമയത്താണ് വണ്ടി ഇടിക്കുന്നത്, മരണപ്പെട്ടു പോകുന്നത്. എന്താണ് അയാളുടെ പാരത്രിക ലോകത്തെ അവസ്ഥ? എന്താണ്? ഈ ഒരു വർഷത്തിനിടയിലാണ് താമരശ്ശേരി ചുരത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എവിടെയുള്ള കാമുകിയുമായി ബൈക്കിലൂടെ കടന്നു പോകുമ്പോ ഒരു ലോറി ഇടിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയത്. എന്തായിരിക്കും അത്തരം മരണങ്ങൾ നമ്മൾക്കുണ്ടായാൽ? കാറുകൾ കാമുകിയുടെ കൂടെ പുഴയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 പേരും മരണപ്പെട്ടിട്ടാണ് കണ്ടുപിടിച്ചത്. അത്തരമൊരു മരണം നമ്മൾക്കുണ്ടായാൽ നമ്മുടെ പാരത്രിക ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ഒരാൾ അവസാനം എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു ഓരോ ആളുകളെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ അവസാന സമയം നന്മയിലാവണമെന്ന് ഞാൻ നിങ്ങളോടും എന്നോടും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെങ്ങനെ നന്മയാക്കാൻ പറ്റുക? എങ്ങനെ നന്മയാക്കാൻ പറ്റുക? ഒരു ഹറാമ് കണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങാടിയിൽ പോയപ്പോ ആ ഹറാമും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, പെണ്ണൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അതിങ്ങനെ ആലോചിച്ചിരിക്കണ്ട, പഠിച്ചോനെ തെറ്റുപറ്റിപ്പോയി, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, എന്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി, അസ്തഗ്ഫിറുല്ലാഹ്. നീ അവസാനം ചെയ്തത് നന്മയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. അവസാനം ഒരു കളവ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് വന്നാൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മായ്ച്ചു കളയണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തെറ്റു ചെയ്തു കഴിഞ്ഞു, പടച്ചോനെ തെറ്റു വന്നു പോയല്ലോ, അതിനുള്ളൊരു പശ്ചാത്താപമായൊരു നന്മ ചെയ്താൽ ആ തെറ്റിനെ അല്ലാഹു തആല മായ്ച്ചു കളയുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അപ്പൊ അവസാനം നീ ചെയ്തത് നന്മയാണ്. ആ സമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നാൽ റാഹത്തുൽ ലിൽ മുഅ്മിൻ, നിനക്ക് വളരെ ആശ്വാസത്തോടെ മരണപ്പെട്ടു പോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ഥിരമായി തെറ്റ് ചെയ്യാ, തൗബ അങ്ങോട്ട് ചെയ്യുന്നില്ല. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ ഈ പള്ളിയിൽ വെള്ളിയാഴ്ച റമദാനിൽ ഉസ്താദന്മാര് പറഞ്ഞു തരിക, ഉസ്താദന്മാര് വീട്ടിലൊക്കെ വന്നിട്ട് പറഞ്ഞു തരുന്നത് തൗബയാണോ? അതാണ് തൗബ എന്ന് പറയാ. തൗബ എന്ന് പറയാൻ തൗബയ്ക്ക് 1 സെക്കൻഡ് മതി, കൂടുതൽ സമയം വേണ്ട. ഈ 1 സെക്കൻഡ് മതി തൗബ. ഇവിടെ ഇരിക്കുന്ന ഞാൻ അടക്കമുള്ള നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണെന്നറിയാം, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ഈ സമയത്ത് ഞാനും നിങ്ങളും തീരുമാനിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ ഇന്നേ വരെ ചെയ്ത എല്ലാ തെറ്റിൽ നിന്നും ഞാൻ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. ഒന്നാമത്തെ ഷർത്ത്, ഇന്ന് വരെ ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ്. എനിക്ക് ഖേദമുണ്ട്, അത് തെറ്റാണ് എന്നുള്ള ബോധം എനിക്കുണ്ട്, അത് തെറ്റാണ് എന്നുള്ള ബോധം എനിക്കുണ്ട്. ആ തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ്, ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത്, ഇനിമേലാൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, ഉറപ്പായിട്ടും
ഞാൻ ആവർത്തിക്കില്ല. മനസ്സിൽ ഉറപ്പിച്ചു പറയണം, അള്ളാഹുവിനെ കബളിപ്പിക്കാൻ കഴിയില്ല. ഉസ്താദുമാരെയും അധ്യാപകരെയും കബളിപ്പിക്കാം. അധ്യാപകരോട് പറയും ഞാൻ നാളെ കൃത്യസമയത്ത് വരുന്നു, മനസ്സിലുള്ളത് ഞാൻ വരൂല. അത് അധ്യാപകരോട് നടക്കൂ, പഠിച്ചോണ്ടടുത്ത് നടക്കൂല. അള്ളാഹുവേ ഞാൻ ഇനി മേലാൽ തെറ്റ് ചെയ്യൂല എന്ന് മനസ്സുറപ്പിച്ച് പറഞ്ഞാൽ അള്ളാഹു ഹൃദയം കാണുന്നുണ്ട്, കബളിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ തെറ്റ് ആവർത്തിക്കൂല എന്ന് ഉറപ്പിക്കുക, രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത്, അള്ളാഹുവേ എനിക്ക് മാപ്പ് നൽകണേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. തൗബയായി അല്ലാഹു തആല അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു. നല്ല മനുഷ്യനായ ആൾ മാറി. അങ്ങനെ തെറ്റെല്ലാം മാറി നന്നായി ഇങ്ങനെ ജീവിക്കാൻ. പിന്നെ വീണ്ടും ആ പഴയ തെറ്റ് അയാളിൽ നിന്ന് വന്നുപോയി വരും. ആ തൗബ ചെയ്യലോടുകൂടി അയാൾ മാലാഖയായി മാറൂല. വാലൊക്കെ കേട്ട് നന്നാവണമെന്ന് വിചാരിച്ചു. ഒരാഴ്ച കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ ജീവിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, ചങ്ങാതിമാരുടെ കൂടെ കൂടി ഈ വാലെല്ലാം മറന്നുപോയി. പിന്നെ പഴയ തെറ്റുകൊണ്ടും ആവർത്തിച്ചു പോയി. അന്ന് രാത്രി വീണ്ടും ബോധം വന്നു, പടച്ചോനെ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞതാണല്ലോ, അറിയാതെ വന്നുപോയി റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് വീണ്ടും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി. അള്ളാഹുവേ എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയുക. അള്ളാഹു മാപ്പ് തരും, വീണ്ടും മുഴുവനും പുറത്തു തരും. പിന്നെ വീണ്ടും നന്നായി ജീവിച്ചു. ഒരു മാസം കഴിഞ്ഞ് അറിയാതെ വീണ്ടും തെറ്റുവന്നു. തെറ്റുവരും മുഅ്മിനീങ്ങളെ. ഒരു തൗബ ചെയ്തു എന്ന് വെച്ചിട്ട് പിന്നെ കാലാകാലം അയാൾ തെറ്റിയില്ല എന്നില്ല, തെറ്റുവരും. പക്ഷെ തൗബ ചെയ്യുന്ന സമയത്ത് ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല എന്ന ഉറപ്പോടുകൂടി തന്നെ ചെയ്യാം. ചാൻസ് കിട്ടിയാൽ ചെയ്യുന്നല്ല, ചാൻസ് കിട്ടിയാലും ചെയ്യൂല. ഇതാണ് മുഅ്മിനീങ്ങളെ തൗബ എന്ന് പറയുന്നത്. ഇത് അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ്. എന്നാൽ മനുഷ്യരുമായിട്ട് ഇടപാടുണ്ടെങ്കിൽ 4 ഷർത്തുണ്ട്. ഒരാൾ അടിച്ചു എന്നോ ഒരാളുടെ സമ്പത്ത് മോഷ്ടിച്ചു എന്നോ വിചാരിക്കാം. അയാളുടെ അടുത്ത് പോയി അയാളോട് പറയണം, ആദ്യം അയാളുടെ ക്യാഷ് കൊടുക്കണം. എന്നിട്ട് അയാളോട് പറയണം, ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കൂല. ആ ക്യാഷും കൂടി കൊടുത്ത് അയാളോട് പറയണം, നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന്. എന്നിട്ടാണ് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത്. വ്യക്തികൾ മാപ്പ് നൽകിയാലേ അള്ളാഹു മാപ്പ് നൽകുള്ളൂ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പടച്ചവനുമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയ തെറ്റുകൾ നിങ്ങൾ പേടിക്കേണ്ട. ഏത് സമയത്തും അള്ളാഹു മാപ്പ് തരും. പക്ഷെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തെറ്റു ബാക്കിയായാൽ അത് ആഖിറത്തിൽ കാണേണ്ടി വരും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ഇനി തൗബൊന്നും ചെയ്തില്ല, ജീവിതത്തിൽ തെമ്മാടിത്തരം മാത്രം ചെയ്തിട്ട് മരണപ്പെട്ടു പോയി, ഒരു തൗബയും ചെയ്തില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു ഈ ചാരിറ്റിയിലെ സജീവമായ സാന്നിധ്യമായിരുന്നു. ഇതിനു വേണ്ടി നിങ്ങൾ ഊണും ഉറക്കുമില്ലാതെ അധ്വാനിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ട് വലിയ ആവേശം കാണിച്ചിരുന്നു. നിങ്ങളൊരു തെമ്മാടിയാണ്. തൗബ ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. തൗബ ചെയ്തിട്ടില്ലേ, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. തെറ്റ് ചെയ്ത ആളുകൾക്ക് മുഴുവനും ശിക്ഷ നൽകണമെന്ന് അള്ളാഹുവിന് നിർബന്ധമല്ല. തെറ്റ് ചെയ്തവരെയൊക്കെ നരകത്തിലേക്ക് ഇടണമെന്ന് അള്ളാഹുവിന് വാശിയില്ല. എന്തെങ്കിലും ജീവിതത്തിലെ ഒരു സോഫ്റ്റ് കോർണർ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നന്മ കൊണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. നന്മ ചെയ്ത ഒരാളെയും അള്ളാഹു ശിക്ഷിക്കൂല എന്നത് അള്ളാഹുവിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. നന്മ ചെയ്ത ആളുകളെ ശിക്ഷിക്കാൻ പാടില്ല, എന്നാൽ തെറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും ശിക്ഷിക്കണമെന്നില്ല. വേണമെങ്കിൽ അള്ളാഹുവിന് മാപ്പ് നൽകാം. അള്ളാഹു തആല നല്ലവരായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. തെറ്റ് ചെയ്തിരുന്നു അവർ, നിരന്തരമായി തെറ്റ് ചെയ്തിരുന്നു. തൗബ അവർ ചെയ്തതേ ഇല്ല. എന്നിട്ട് അവർ പറയുകയാണ്, അഇദാ മിത്നാ വകുന്നാ തുറാബാ, ഇനി ഞങ്ങൾ മരണപ്പെട്ടിട്ട് ഞങ്ങളൊരു മണ്ണായി മാറിയാൽ, ഞങ്ങളൊരു എല്ലായി മാറിയാൽ ഇനി ഞങ്ങളെ പുനർജനിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണോ പറയുന്നത്? എന്താണ് മുഹമ്മദേ നിങ്ങൾ പറയുന്നത്? മണ്ണായ ഞങ്ങളെ ഇനിയും പുനർജനിപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഉപ്പമാരെ ഇനി വീണ്ടും പുനർജനിപ്പിക്കുമെന്നാണോ പറയുന്നത്? നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, മുൻ കഴിഞ്ഞു പോയവർ ഇനി ശേഷം വരാനിരിക്കുന്നവർ ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം, എല്ലാ ആളുകളെയും അല്ലാഹു തആല രണ്ടാമത് ജീവൻ നൽകി പുനർജനിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ثم انكم ايها الضالون المكذبون, ഓ അല്ലാഹുവിന്റെ പേരിൽ പച്ച നുണകൾ ഉണ്ടാക്കിയവരെ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, സഖൂം എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്നാണ്. അതൊരു തരം വൃക്ഷമാണ്, വിശപ്പ് കൊണ്ട് മുള്ളുകൾ നിറഞ്ഞ വൃക്ഷമാണത്. വിശ
വിശപ്പ് കൊണ്ടത് തിന്നുമെന്നാണ്. പട്ടിണി കിടക്കുമ്പോ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറയില്ലേ, അതേപോലെ വിശന്ന് മുള്ളുള്ളൊരു മരാണ്. പക്ഷെ പട്ടിണിയുടെ വിശപ്പിന്റെ ആഘാതം കൊണ്ട് ആ മുള്ളിന്റെ മരവും കടിച്ചു തിന്നു. അല്ലാഹു പറയാണ് ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. സഖൂം എന്ന മരത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുമെന്നാണ്. സഖൂം എന്നുള്ളത് നരകത്തിലെ ഒരു മരമാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നരകത്തിൽ എങ്ങനെയാണ് ഒരു മരം വളരുന്നത് എന്ന്? അല്ലാഹു തആല ആ നരകത്തെ സൃഷ്ടിച്ചത് തന്നെ നരകത്തിൽ നിന്നാണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. നരകത്തിൽ നിന്നാണ് അല്ലാഹു അതിന്റെ വേരുകൾ, അതിന്റെ തണ്ടുകൾ, അതിന്റെ എല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ നരകത്തിൽ വളരാൻ അനുയോജ്യമായ ഒരു മരമാണത്. അതുകൊണ്ട് യുക്തിവാദികളൊക്കെ ചോദിക്കും നരകത്തിൽ ഒരു മരമോ എന്ന്. മരുഭൂമിയിൽ മരമില്ലേ? മരുഭൂമിയിൽ മരമില്ലേ? മരത്തിന് വെള്ളം വേണ്ടേ? മരുഭൂമിയിൽ നിന്ന് എവിടെ നിന്നാ വെള്ളം കിട്ടുക? മരുഭൂമിയിൽ അനുസൃതമായ മരം നട്ടുപിടിപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഒട്ടകങ്ങളില്ല, മരുഭൂമിയിൽ ഒട്ടകമാണ്. നമ്മുടെ നാട്ടിലുള്ള പശുക്കൾക്ക് മണിക്കൂറുകൾക്കകത്തളങ്ങളിൽ വെള്ളം കുടിക്കണം. എന്നാൽ ഒട്ടകങ്ങൾക്ക് ഒരാഴ്ചയോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. അത് മരുഭൂമിയിലേക്ക് വേണ്ടി നിർമ്മിച്ച വാഹനമാണ്. ഈത്തപ്പഴമുണ്ടവിടെ, അവിടുത്തെ ചൂടാണ്. ഇവിടെ ഈത്തപ്പഴമല്ല, തേങ്ങയാണ്. ഓരോ നാട്ടുകൾക്കനുസരിച്ച് അല്ലാഹു തആല മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും മാറ്റും. അതേപോലെ നരകത്തിലേക്ക് അനുസൃതമായ ഒരു മരത്തെ അല്ലാഹു നട്ടുമുളപ്പിക്കുമെന്നാണ്. ആ മരത്തിൽ നിന്നാണ് നിങ്ങൾ കഴിക്കുന്നത്. ഫമാലിഊന മിൻഹൽ ബതൂതൂൻ. നിങ്ങളുടെ വയറ് നിറക്കും ആ മരത്തിൽ നിന്ന്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. എന്നിട്ട് ആ വയറിലേക്ക് അല്ലാഹു തആല നല്ല ചുട്ടുപൊള്ളുന്ന വെള്ളം നൽകുമെന്നാണ്. തിളച്ചു മറിയുന്ന വെള്ളം നൽകുമെന്നാണ്. നരകത്താലുള്ള വെള്ളമാണത്. ദാഹിച്ചു വലയുന്ന ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ മോന്തി കുടിക്കുമെന്നാണ്. ഒട്ടകത്തിനൊരു അസുഖം വരാനുണ്ട്. ഹുയാം എന്നാണ് ആ അസുഖത്തിന്റെ പേര്. ഹുയാം എന്നാണ് പേര്. അഥവാ ആ അസുഖം വരുമ്പോൾ ഒട്ടകത്തിന് വല്ലാത്ത ദാഹമുണ്ടാകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ഒട്ടകം പുറപ്പെടും. പക്ഷെ എത്ര കുടിച്ചാലും ദാഹം തീരൂല. അങ്ങനെ ആ അസുഖം ബാധിച്ച് ശക്തിയായി ഒട്ടകം ചത്തുപോകുമെന്നാണ്. ഇതേപോലെയാണ് നരകത്തിലുള്ളവരുടെ അവസ്ഥ. ദാഹമുണ്ടാകും, വെള്ളം കുടിച്ചാലും ചുട്ടുകൊള്ളുന്ന വെള്ളം കൊണ്ട് കുടൽമാലകൾ അറ്റുപോയാലും ദാഹം തീരൂല. ഈ ഒരു അവസ്ഥയാണ് നരകാവകാശികളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത്. ആദ്യമായിട്ട് ഈ നരകക്കാരെ സൽക്കരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ആദ്യത്തെ സൽക്കാരാണ്. ഒരു ഗസ്റ്റ് വരുമ്പോ, കല്യാണത്തിന് വരുമ്പോ ഒരു ഇളനീർ ജ്യൂസ്, ഒരു വത്തക്ക ജ്യൂസ്, ഒരു മാംഗോ ജ്യൂസ്, അങ്ങനെ വ്യത്യസ്തമായ ജ്യൂസുകളുടെ കൗണ്ടർ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ കല്യാണങ്ങളൊക്കെ അങ്ങനെയാണ്. 4-5 ജ്യൂസ് കൗണ്ടറുകൾ ഉണ്ടാവും. ഇതിനൊക്കെ ദൂർത്ത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊന്നും ദൂർത്തല്ല, അതൊക്കെ നല്ല കാര്യമാണ്. ഭക്ഷണം കൊടുക്കുന്നതിന് വെറുതെ ദൂർത്തെന്ന് പറയണ്ട. ജനങ്ങൾ ഭക്ഷണം കൊടുത്തോട്ടെ, പൈസ ഉള്ളതും കൊടുത്തോട്ടെ, എല്ലാത്തിനും കൊടുക്കണ്ട. 4-5 ജ്യൂസുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ, വ്യത്യസ്തമായ വിഭവങ്ങൾ, ഓരോ മട്ടനും ഫിഷിനൊക്കെ ലൈവായി പൊരിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം വരുന്ന അതിഥികൾക്ക് അവരോടുള്ളൊരു ബഹുമാനമാണ്. നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ നന്നായി ഭക്ഷണം കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കോളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പൈസ ഉള്ള ആളുകൾ നല്ല അടിച്ചു പൊളിച്ച് തന്നെ കല്യാണം കഴിക്കണം, നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം, നല്ല പന്തലുണ്ട്, എല്ലാം ചെയ്യണം. പൈസ ഉള്ള ആളുകൾ. ഇല്ലാത്ത ആളുകൾ കുറച്ച് ചെയ്താൽ മതി, ഉള്ളതുപോലെ ചെയ്താൽ മതി. അതിന് ദൂർത്തൊന്നും പറയേ വേണ്ട. എല്ലാം അങ്ങനെ തന്നെയാണ്. വീട് അങ്ങനെ തന്നെയാണ്, വണ്ടി എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹാദാ നുസുലുഹും യൗമുദ്ദീൻ. ഇതാണ് ആദ്യമായി നരകക്കാരായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന സൽക്കാരം. ഇതാണ് വലിയ മുള്ളുകളുള്ള മരങ്ങൾ, ചൂടുള്ള വെള്ളമെല്ലാം കുടിച്ച് കുടൽമാലകൾ ഉരുണ്ടുപോയാലും അവരുടെ ദാഹം തീരൂല, അതുപോലെ അവരുടെ വിശപ്പും തീരൂല എന്നിട്ട് അല്ലാഹു തആല അടുത്തതായി പറയുന്നത് അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ചാണ്. ഞാനത് ചുരുക്കി പോവാണ്, വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഞാൻ ഈ സൂറത്ത് തെരഞ്ഞെടുക്കാനുള്ള കാരണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാരും സഹോദരന്മാരും ഇന്നു മുതൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സൂറത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരൂല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഉറപ്പ് പറയാനുള്ള കാരണം നമ്മൾക്കും പറയാൻ കഴിയും. എനിക്കോ എന്റെ മക്കൾക്കോ പട്ടിണി വരൂല, ദാരിദ്ര്യം വരൂല എന്ന് നമ്മൾക്കും ഉറപ്പ് പറയാം. നിരന്തരമായത് പാരായണം ചെയ്താൽ അൻതും
തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. നിങ്ങളാണോ ആ സ്പേം ഇന്ദ്രിയത്തുള്ളിയെ സൃഷ്ടിച്ചതല്ല ഞാനാണോ? ഞാനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്ക് മരണം നിശ്ചയിക്കുന്നത് ഞാനാണ്. ആ മരണത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നിങ്ങനെ പോയി അല്ലാഹു തആല ഓരോ കൃഷികളെ കുറിച്ച് പറയുന്നുണ്ട്, തീനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനമായി അല്ലാഹു പറയാണ് ഇന്നഹു ലഖുർആനുൻ കരീം. ഇത് നിർബന്ധമായും അല്ലാഹുവിന്റെ ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ. സുരക്ഷിതമായ ഒരു ഗ്രന്ഥമാണിത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖ്ഖറൂൻ. മുതഖ്ഖറായ ശുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഇതിനെ തൊടാൻ പാടുള്ളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അല്ലാഹുവാണ് ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത്. ഇതിനെ നിങ്ങൾ തള്ളി പറയുകയാണോ? ഇതിനോട് നിങ്ങൾ നിസ്സംഗത കാണിക്കുകയാണോ? എന്നിട്ട് വതജഅലൂന റിസ്ഖകും അന്നകും തുകദ്ദിബൂൻ. നിങ്ങൾക്ക് അല്ലാഹു തആല റിസ്ഖ് നൽകുന്നു, അത് നിങ്ങളുടേതാക്കി നിങ്ങൾ മാറ്റുകയാണോ? വതജഅലൂന റിസ്ഖകും അന്നകും തുകദ്ദിബൂൻ. നിങ്ങൾ പച്ചക്കള്ളം പറയുകയാണ്. അല്ലാഹുവാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. എന്നിട്ട് ഒരു മഴ വന്നപ്പോൾ നാട്ടിലുള്ള ആളുകൾ പറയാൻ തുടങ്ങി, ഈ മഴ വന്നത് ഇന്ന് നക്ഷത്രം കാരണത്താലാണെന്ന്. നമ്മൾ പറയില്ലേ, ഞാൻ അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു. ആ നക്ഷത്രം കാരണത്താലാ മഴ വന്നത്. സ്വഹാബാക്കൾ പറഞ്ഞു അല്ലാഹുവാണ് മഴ തന്നത്. വണ്ടി ആക്സിഡന്റ് ആവാൻ കാരണം ഒരു കറുത്ത പൂച്ച കുറുകെ പോയി. അങ്ങനെയുണ്ട്, പൂച്ച ആക്സിഡന്റ് ഉണ്ടാക്കി. ഇന്ന് എന്റെ മൂടോട്ടാവാൻ കാരണം, ഇന്ന് എന്റെ വണ്ടി ഇടിക്കാൻ കാരണം, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പഹയനെ ഞാൻ കണ്ടതെന്ന് പറയും ചില ആളുകൾ. അപ്പുറത്തുള്ള അയൽവാസിയെ ചൂണ്ടിക്കാണിക്കുക. അപ്പൊ നിങ്ങളെ കണ്ട പഹയന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ വെറുതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ചാർത്തരുതൊരു വിഷയം. പടച്ചോന്റെ തീരുമാനം, എല്ലാം പടച്ചോന്റെ തീരുമാനമാണ്. നീ അങ്ങനെ ആക്കിയത് കൊണ്ട് അത് ഇങ്ങനെ ആയത്, അതൊന്നും പറയണ്ട. കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനിങ്ങനെ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം? ഒരു സംഭവം നടക്കുന്നത് വരെ സൂക്ഷിക്കണം. ഒരു സംഭവം നടക്കുന്നത് വരെ സൂക്ഷിക്കും, സംഭവിക്കുന്നത് വരെ ചെയ്യല്ലേ. മക്കളോടൊക്കെ പറഞ്ഞു കഞ്ചാവ് പഠിക്കല്ല മോനെ, സൂക്ഷിക്കണേ, പോകുന്ന വഴി സൂക്ഷിക്കണം, സ്കൂൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ഉമ്മയും ഉപ്പയും പിന്നാലുണ്ടാവണം. പിന്നെ കഞ്ചാവിലടിച്ചതിന് ശേഷം എൻ്റെ മക്കൾ പോയി എന്ന് പറഞ്ഞിട്ടോ അവർ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നാലെ കൂടിയിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. അതേപോലെ മഴ വന്നപ്പോൾ നക്ഷത്രങ്ങളല്ല മഴ നൽകുന്നത്, അല്ലാഹുവാണ് മഴ നൽകുന്നത് എന്നൊരു വിഭാഗം. ചില വിഭാഗം പറഞ്ഞു നക്ഷത്രങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവാണ് മഴ തന്നത് എന്ന് പറഞ്ഞവർ മുഅ്മിനീങ്ങളാണ്, അല്ലാത്തവർ കാഫിരീങ്ങളാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിഷയം വന്നാലും നമ്മൾ അല്ലാഹുവിനെയാണ് പറയേണ്ടത്. അല്ലാഹുവാണ് തരുന്നത്. പ്രയാസമായാലും സന്തോഷമായാലും ദുഃഖമായാലും ടെൻഷനായാലും കടങ്ങളായാലും ഐശ്വര്യമായാലും എല്ലാം എന്റെ റബ്ബ് തന്നതാണ്. അങ്ങനെ പറയാൻ പഠിക്കും, അങ്ങനെ പറയാൻ പഠിക്കും. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവിധ ശർറായ ഖളായിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കട്ടെ. 12 മണിയാകുമ്പോഴേക്കും ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, ആളുകളെല്ലാം കൂട്ടം കൂടി നോക്കുകയാണ്. ഉപ്പ മരിക്കാൻ കിടക്കുകയാണ്, ഉമ്മ ഇവിടെയുണ്ട്, ഉപ്പയുടെ മക്കളുണ്ട്, ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്, എല്ലാവരും ചുറ്റിലും കൂടി ഉപ്പ മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിഞ്ഞു. ഉപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ ഉപ്പ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഉപ്പ ഇപ്പോൾ മരണപ്പെടുമെന്ന്. എന്നാൽ അല്ലാഹു ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ആളുകൾ കൂടിയിട്ട് എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാരെ മരണത്തിൽ നിന്ന് തടയാൻ കഴിയാത്തത്? ഇത്രയൊക്കെ ആളുകളില്ലേ, മരിക്കാൻ വരുന്ന അസ്രായേലിനെ പിടിച്ചു മാറ്റിയാ പോരെ, എന്ത് നിങ്ങൾക്ക് കഴിയാത്തത്? ഒന്നുമല്ല മനുഷ്യ, നീ ബലഹീനനാണ്, നീ ദുർബലനാണ് മനുഷ്യ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയെത്തിയാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കാറുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സമയമാണത്, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ എന്തേ കുറച്ച് ധിക്കാരികളാണല്ലോ, നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കാത്തവരാണല്ലോ, നിങ്ങൾ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ, ആ ജീവനെ തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ, അസ്രായീലിനെ നിങ്ങൾക്ക് തടയാമായിരുന്നില്ലേ? നിങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇനി നല്ലവരായ ആളുകൾ മരണപ്പെടുന്നത് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ,
നല്ലവരായ അല്ലാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ മരണപ്പെടുന്നത് ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. ആകാശലോകങ്ങളിൽ നിന്ന് മാലാക്കമാര് കടന്നു വന്നിട്ട് അവരോട് പറയാണ് ലാ തഖാഫു അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ട. ഉദാഹരണം, നല്ല മനോഹരമായ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, കോടികൾ ചെലവഴിച്ചൊരു വീട്, 12 കോടിയോ 15 കോടിയോ ചെലവഴിച്ചൊരു വീടിൽ അവിടുത്തെ വീട്ടുകാരൻ മരിക്കാൻ കിടക്കുകയാണ്. അയാൾ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചിട്ടില്ല, ഉള്ള സമ്പത്തൊക്കെ കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്തയാളാണ്. അയാൾ മരണപ്പെടുന്നു, നല്ല തഖ്വയിൽ ജീവിച്ച വ്യക്തിയാണ്. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നാൽ അയാളോട് പറയുന്നത് അല്ലാ തഖാഫു, പേടിക്കേണ്ടതില്ല. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങളുടെ കബറിടം ഇടുങ്ങുമെന്ന പേടി നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കബറിടം ഇരുട്ടറയാകുമെന്നുള്ള പേടി വേണ്ട. നിങ്ങളുടെ വീടിനേക്കാളും വിശാലതയാണ് നിങ്ങളുടെ കബറിടം. വീടിൽ നിന്ന് അപ്പുറത്ത് നോക്കിയാൽ കാണുന്നത് ചുമരാണ്, ഇപ്പുറത്ത് നോക്കിയാലും കാണുന്നത് ചുമരാണ്. എന്നാൽ കബറിലെത്തിയാൽ തരങ്ങു നോക്കിയാൽ അറ്റമില്ലാതെ നീണ്ടു കിടക്കുന്ന സ്ഥലമാണ്. വലതുഭാഗത്തേക്ക് നോക്കിയാലും അറ്റം കാണൂല, മുകളിലേക്ക് നോക്കിയാലും അറ്റം കാണൂല. അത് ബർസഖിന്റെ ലോകമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അത് വേറൊരു ലോകമാണ്. അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ 10,000 സ്ക്വയർ ഫീറ്റുള്ള വീടിനേക്കാളും നല്ല ഒരു വീട് ഞാൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വെളിച്ചത്തെക്കാളും വെളിച്ചം അവിടെയുണ്ട്, വിശാലതയുണ്ട്. ഇവിടുത്തെ സുഖങ്ങളെക്കാളും അവിടെ സുഖങ്ങളുണ്ട്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്തിനാ ദുഃഖം? ഭാര്യയോട് വിട പറയുന്നതാണോ നിങ്ങളുടെ ദുഃഖം? നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ എവിടെയുണ്ട്. മക്കളോട് വിട പറയുന്നതാണോ ദുഃഖം? മക്കളെക്കാളും നല്ല മക്കൾ എവിടെയുണ്ട്. അയൽവാസികളെ വിട പറയുന്നതാണോ ദുഃഖം? അയൽവാസികളെക്കാളും നല്ല അയൽവാസികളുണ്ട്. ചങ്ങാതിമാരെ കാണൂലേ എന്നാണോ വിഷമം? ചങ്ങാതിമാരെക്കാളും നല്ല ചങ്ങാതിമാർ അവിടെയുണ്ട്. മരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ആയിഷ ബിബി പറഞ്ഞു കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്, ഞങ്ങൾ എല്ലാവരും മരണത്തെ വെറുക്കുന്നവരാണെന്ന് ആയിഷ ബിബി നബി തങ്ങളോട് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആയിഷ, എല്ലാവരും മരണത്തെ വെറുക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് 500ഓളം മലക്കുകൾ അസ്രാഈലിന്റെ അകമ്പടിയോടെ കടന്നു വന്നിട്ട് സ്വർഗ്ഗം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച കൊട്ടാരങ്ങളെ, അവരുടെ ഇണകളെ, അവർക്ക് അല്ലാഹു നൽകുന്ന സൗകര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യനും മരണം വളരെ വെറുപ്പായിരുന്നു. പക്ഷേ ദുനിയാവിനേക്കാളും സുഖങ്ങൾ ഖബറിൽ കാണുമ്പോൾ അവർ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ എന്നെ ഒന്ന് വേഗം കൊണ്ടുപോ പടച്ചോനെ. എന്തിനാണ് ഈ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്? അതിനേക്കാളും സുഖം അവിടെയല്ലേ. പഴയ വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് പോകാൻ എത്ര താല്പര്യമുണ്ടാകും ഒരാൾക്ക്. അതേപോലെയാണ് നല്ലവനായ ഒരാൾക്ക് മരിക്കാൻ പൂതിയുണ്ടാകുന്നത്. അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ചില ആളുകൾക്ക് മരിക്കാൻ ഇഷ്ടമാണ്, അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ആർക്കാണ് ഈ മരിക്കാൻ ഇഷ്ടമുള്ളത്? മുഅ്മിനീങ്ങൾക്കോ സാലിഹീങ്ങൾക്കോ ജീവിതത്തിൽ ഇഷ്ടമുണ്ടാവൂല. പക്ഷേ റൂഹ് പിടിക്കാൻ അസ്രായിൽ വന്നാൽ അവർ മരിക്കാൻ കൊതിക്കും. എന്തുകൊണ്ടാണ്? അവിടുത്തെ സുഖങ്ങൾ കാണുന്നത് കൊണ്ടാണ്. അവർ പറയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന്. അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാരായ, അതുപോലെ വലതുപക്ഷക്കാരായ ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നീ അവരിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ അവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. മുഅ്മിനീങ്ങളായി ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നല്ലവരായി മരിച്ചു പോകാൻ, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇനി തമ്മാടികളായ ആളുകൾ മരണപ്പെടുന്നത് വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാഹീൻ, ദുർമാർഗികളായ തമ്മാടികളായ ആളുകൾ അവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ കടന്നു വരുമ്പോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഖബറിലെ തീജ്വാലകളാണ്, അവിടെയുള്ള വിഷസർപ്പങ്ങളാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനെയാണ്, ഇടുങ്ങിയ ഇരുട്ടറയാണ്, മുൻകർ നക്കീറിന്റെ ശിക്ഷയാണ്, മഹ്ശറാലോകത്തുള്ള തീച്ചൂടുകളെയാണ്, തീജ്വാലകളെയാണ്, ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടുള്ള മഹ്ശറയാണ്. ഇത് കാണുമ്പോൾ അവർ പറയും എന്നെ കൊണ്ടുപോവല്ലേ, ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ നന്നാവാം, എനിക്കൊരു വർഷം തരുമോ? ഇല്ല. ഒരു മാസം തന്നാൽ മതി? ഇല്ല.
ഒരാഴ്ച തന്നാൽ മതിയില്ല, ഒരു ദിവസം തന്നാൽ മതിയില്ല, ഒരു മണിക്കൂറെങ്കിലും തരുമോ നന്നാവാനില്ല, എന്നാൽ ഒരു മിനിറ്റെങ്കിലും തന്നുകൂടെ റബ്ബേ ഞാനൊന്ന് നന്നായിക്കോട്ടെ. ഇല്ല, അല്ലാഹു തആല നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും പൊന്നുമോനെ നിനക്ക് തരൂല. അവസാനം എന്നെ കൊണ്ടുപോവല്ലേ, എന്നെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് മരണത്തെ വെറുത്തുകൊണ്ട് മരിച്ചു പോവുകയാണ് അയാൾ. അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമല്ല, അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമല്ല. അവരുടെ കാര്യം കഷ്ടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വതസ്രിയതു ജഹീം, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് നരകത്തിന്റെ തീജ്വാലകളാണ്. ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ, ഇതൊക്കെ സുദൃഢമായ സത്യമാണ്, ഇതൊക്കെ സുദൃഢമായ സത്യമാണ്. ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ, ആര് നിഷേധിച്ചാലും ആര് തള്ളിക്കളഞ്ഞാലും ഇതെല്ലാം വ്യക്തമായ യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, അല്ലാഹുവിന് സുജൂദ് ചെയ്തോളൂ, നന്നായി തസ്ബീഹ് ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇന്നി ഉനസ്സിഹുക യാ റബ്ബി, അല്ലാഹുവേ നിന്നെ ഞാൻ സംശുദ്ധനാക്കുകയാണ്. മിൻ കുല്ലി നഖ്സിൻ വഈബ്, എല്ലാവിധ ന്യൂനതയിൽ നിന്നും നിന്നെ ഞാൻ മുക്തനാക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നല്ലവരായ ആളുകളെ സാബിഖൂന അല്ലാഹുവിലേക്ക് മുൻകടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് മുൻകടക്കുന്ന നന്മ ചെയ്യാൻ വേണ്ടി മത്സരിച്ചിരുന്നവർ, അത് കഴിഞ്ഞ് പിന്നെ നല്ലവരായ വസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന വിഭാഗം, പിന്നെയോ ഒരു വിഭാഗം ചമ്മാടികളാണ്. ഖുർആനിന്റെ വിഷയത്തിൽ ഒരൊറ്റൊരു ആയത്തും കൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഖുർആനിന്റെ വിഭാഗത്തിൽ തന്നെ ഈ 3 വിഭാഗങ്ങളും ഉണ്ട് എന്നാണ് ഖുർആനുമായുള്ള ബന്ധം. ثم أورثنا الكتاب الذين اصطفينا من عبادنا, എന്റെ അടിമകൾക്ക് ഞാൻ കിതാബ് അനന്തരമായി കൊടുക്കുന്നുണ്ട്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഈ ഖുർആനിനോട് അതിക്രമം കാണിക്കുന്ന ഇടതുപക്ഷമുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, അതിനോടൊരു മിതത്വം പാലിക്കുന്ന വലതുപക്ഷമുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, ഖുർആൻ കൊണ്ട് നന്മയിലേക്ക് മുൻകടക്കുന്ന വിഭാഗമുണ്ട്.